ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവവചനം ശ്രവിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ ആ മഹൽ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. കർത്താവ് നമ്മളെ എത്ര അത്ഭുതകരമായി പരിപാലിക്കുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. നമ്മൾ പല സ്ഥലങ്ങളിലായിരുന്നു, പല സാഹചര്യങ്ങളിലായിരുന്നു. മാനുഷികമായി നോക്കിയാൽ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും നമ്മളെ കർത്താവ് തള്ളിക്കളഞ്ഞില്ല. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, കാസ്റ്റ് യുവർ ബേർഡൻസ് അപ്പോൺ ജീസസ് എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വെക്കാൻ പോലും അല്ല പറഞ്ഞിരിക്കുന്നത്, എറിഞ്ഞു കളയുക എന്ന് പറയുന്നതിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. കാസ്റ്റ് യുവർ ബേർഡൻസ് അപ്പോൺ ജീസസ് ആൻഡ് ഹി വിൽ ടേക്ക് കെയർ ഓഫ് യു. അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കൽ കർത്താവിങ്കലേക്ക് നമ്മുടെ ഭാരങ്ങളെ നമ്മൾ ഇട്ട് കളയുന്നുവെങ്കിൽ തീർച്ചയായും അത് കയ്യേറ്റ് നമ്മളെ നടത്തുവാൻ നമ്മളോട് കരുണയുള്ള ഒരു ദൈവം നമുക്കുണ്ട്. അത് നമ്മൾ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും നാളെയുമായി നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പല ക്ലാസ്സുകളിലും ഞാൻ ഈ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം വളരെ എടുത്തു പറയുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവവചനത്തിന് അത്രത്തോളം പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ്. പ്രാധാന്യം ഉണ്ടാക്കിയെടുക്കുകയല്ല, അത്രത്തോളം പ്രാധാന്യം ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. ഈ 2 ദിവസങ്ങളിലായി നമ്മൾ പഠിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ വചനം, ഇത് രണ്ടും കൂടെ ചേർത്ത് പഠിക്കുകയാണ്. കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ വചനം, അതാണ് നമ്മൾ ഈ 2 ദിവസത്തെ പഠനത്തിനായി വേർതിരിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ഇഷ്ടം, അത് നമ്മൾ അറിയണം. അത് നമ്മൾ അറിയുന്നത് കർത്താവിൻ്റെ വചനത്തിലൂടെയാണ്. ആ വചനം നമ്മൾ അനുസരിക്കണം. അപ്പോഴാണ് കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്നത്. അത് നമ്മൾ അറിയാതിരിക്കരുത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. നമ്മൾ വായിക്കുമ്പോൾ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുവിൻ, ഗ്രഹിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകരുത്. അതായത് കർത്താവിൻ്റെ ഇഷ്ടം തിരക്കാത്തവൻ, കർത്താവിൻ്റെ ഇഷ്ടം അറിയാത്തവൻ, അത് ഗ്രഹിക്കാത്തവൻ, അവനെ പൗലോസ് വിളിക്കുന്നത് ബുദ്ധിഹീനൻ എന്നാണ്. ബുദ്ധിയുള്ളവനാണോ അവൻ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് നമ്മൾ പ്രധാനമായും പഠിക്കേണ്ടത്. കാരണം നമ്മൾ ആരും ബുദ്ധിഹീനരായി നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ബുദ്ധിയുള്ളവരായി കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കണം. കാര്യം കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ള വേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങ് സ്വർഗത്തിൽ പോകുമെന്നാണ് നമ്മുടെ പലരുടെയും ചിന്ത. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷനല്ല. പറ്റുകയാണെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം അനുസരിച്ചൊക്കെ ജീവിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഇഷ്ടം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ട്. അതിൻ്റെ പരിണിത ഫലം എന്താണ്? നമ്മൾ നിത്യതയിൽ തള്ളപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ കോൺസിക്വൻസ്. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാത്തവന് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല എന്ന് കൃത്യമായി ഇവിടെ കർത്താവ് തന്നെ പറയുന്നു.
അവൻ പറയാണ്, ഞാൻ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പാട്ടുപാടുന്നുണ്ട്, ഞാൻ സഭായോഗത്തിന് പോകുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ നീ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, അത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ, അതറിയുന്നില്ലെങ്കിൽ, അതനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ബുദ്ധിഹീനരാണ്. കാരണം ഇതിൻ്റെ കോൺസിക്വൻസ്, ബുദ്ധിഹീനരുടെ പ്രശ്നം എന്നാണ്? ബുദ്ധിയില്ലാത്തവൻ ഭാവിയെക്കുറിച്ചും അല്ലെങ്കിൽ ഭവിഷ്യത്തിനെക്കുറിച്ച് ഗ്രഹിക്കുന്നില്ല. ഭവിഷ്യത്ത്, അപ്പോൾ ഭവിഷ്യത്തിനെക്കുറിച്ച് ഗ്രഹിക്കുവാൻ കഴിയുന്നവനാണ് ബുദ്ധിയുള്ളവൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അതാ ഏറ്റവും പ്രധാനം. പക്ഷെ നമ്മുടെ ഇന്നത്തെ പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് തന്നെ കർത്താവിൻ്റെ ഇഷ്ടം അറിയാനല്ല, നമ്മുടെ ഇഷ്ടം സാധിക്കാനാണ്. നമ്മുടെ ഇഷ്ടമുണ്ട്, കർത്താവിൻ്റെ ഇഷ്ടമുണ്ട്. ഇത് തമ്മിൽ എപ്പോഴും ഒരുമിച്ച് പോകണമെന്ന് നിർബന്ധമില്ല. എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ, അതാണല്ലോ നമ്മുടെ ഇഷ്ടങ്ങൾ, അതൊക്കെ ദൈവ ഇഷ്ടത്തിന് യോജിക്കുന്നതാണോ എന്ന് ഞാൻ തിരയണം. അല്ലെങ്കിൽ ഞാൻ ബുദ്ധിയില്ലാത്തവനാണ്. നമുക്ക് ധാരാളം ഇഷ്ടങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, അല്ലേ? ഏകദേശം ഒരുപോലുള്ള വാക്കുകളൊക്കെയാണ്. എങ്കിലും ഇഷ്ടം എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ചുകൂടെയാണ്. ആഗ്രഹങ്ങൾ, ഇഷ്ടം, എൻ്റെ ഇഷ്ടം എന്താണോ അത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുക മാത്രമല്ല, ഞാനത് മോഹിക്കുന്നു. അയ്യോ, എനിക്കത് കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറയുന്നു. നമ്മുടെ മോഹങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. എൻ്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയത്തില്ലെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. എൻ്റെ മോഹങ്ങൾ എന്താണ്, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, അതൊക്കെ എനിക്കറിയാം എന്ന് തന്നെയല്ല, നമ്മൾ മിക്കപ്പോഴും ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് നമ്മുടെ മോഹങ്ങളുമായിട്ടാണ്, നമ്മുടെ ഇഷ്ടങ്ങളുമായി, നമ്മുടെ മോഹങ്ങളുമായിട്ട്. എന്നിട്ട് നമ്മുടെ മോഹങ്ങളെല്ലാം അങ്ങോട്ടങ്ങ് പറയും. നമ്മളതിനെ പ്രാർത്ഥന എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രാർത്ഥനയൊന്ന് അനലൈസ് ചെയ്താൽ, എൻ്റെ ദൈവമേ, മോഹങ്ങളുടെ ഒരു ബഹിർസ്ഫുരണമാണ് നമ്മളവിടെ കാണുന്നത്. എൻ്റെ മോഹങ്ങളെല്ലാം പറയുന്നുണ്ട്. എൻ്റെ മോഹങ്ങളുമായിട്ട് ആ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത് പോലും. അവിടെ നമ്മൾ ദൈവേഷ്ടം, അതായത് എനിക്ക് എന്നെക്കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ചുള്ള ഇഷ്ടങ്ങൾ പോലെ ദൈവത്തിന് എന്നെക്കുറിച്ച് ചില ഇഷ്ടങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ദൈവത്തിന് എന്നെക്കുറിച്ച് ചില ഇഷ്ടങ്ങളുണ്ട്. അതാണ് വാസ്തവത്തിൽ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് ചില ഇഷ്ടങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് അത് തിരക്കുന്നില്ല. കാരണം നമ്മുടെ ഇഷ്ടങ്ങളുടെ പൂർത്തീകരണത്തിനായി ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ ഇഷ്ടമെല്ലാം കൂടെ പറയുന്നു. അത് നിർവഹിച്ച് തരാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. എല്ലാ മതങ്ങളിലും അങ്ങനെയാണ്. കാര്യസാധ്യത്തിനായി ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു, അതിനുവേണ്ടി ദൈവത്തെ ഉപയോഗിക്കുന്നു. കാര്യസാധ്യം, അത് ക്രിസ്തു മതത്തിലും ഹിന്ദു മതത്തിലും ഏത് മതത്തിലും ഒരു പരിധിവരെ മനുഷ്യൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. അതായത് എൻ്റെ മോഹങ്ങൾ ദൈവം എനിക്ക് ചെയ്തു തരുന്നു. അതുകൊണ്ട് ചെല്ലുന്നതേ മോഹങ്ങൾ പറയാനാണ്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ദൈവത്തെ ഉപയോഗിക്കുകയാണ്. അതായത് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, നിൻ്റെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ പറയുക. അതൊക്കെ പ്രസംഗിക്കുന്നവരുമുണ്ട്. നിൻ്റെ ആഗ്രഹങ്ങൾ, നിൻ്റെ മോഹങ്ങൾ എന്താണോ അതൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുക, ദൈവം അത് നിനക്ക് നിർവഹിച്ച് തരും. ദൈവത്തിന് നിന്നെക്കുറിച്ച് ചില ആഗ്രഹങ്ങളുണ്ടെന്ന് പറയുന്നവരെ വളരെ ചുരുക്കമായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എപ്പോഴും നമ്മൾ കേൾക്കുന്നത് നിൻ്റെ മോഹങ്ങളുമായി ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുക. എല്ലാ മതത്തിലും അതുതന്നെയാണ്. പക്ഷെ അതുകൊണ്ടെന്താ, ആ ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം ശരിയായിട്ടില്ല. ഈ കാര്യസാധ്യത്തിന് വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നു, കാര്യം സാധിച്ച് മടങ്ങിപ്പോരുന്നു. നമ്മൾ ഈ റേഷൻ കടയിൽ പോയി റേഷൻ വാങ്ങിക്കുമല്ലോ. ഈ റേഷൻ കടയിൽ പോയി റേഷൻ വാങ്ങിക്കുമ്പോൾ റേഷൻ കടക്കാരനുമായിട്ട് നമുക്ക് വല്ല ബന്ധവും വേണമെന്ന് നിർബന്ധമുണ്ടോ? റേഷൻ കാർഡിൽ നമ്മുടെ പേര് വേണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതുപോലെ അങ്ങോട്ട് ചെന്നു എനിക്ക് കിട്ടാനുള്ളത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോരുന്നു. പെൻഷൻ വാങ്ങിക്കാൻ ബാങ്കിൽ പോകുന്നു. അവിടെ ഇരിക്കുന്ന കാഷ്യറുമായിട്ട് നമുക്ക് ബന്ധം വല്ലതും ഉണ്ടോ? ഇല്ല. ഇതുപോലെ പലപ്പോഴും
നമ്മൾ ആപ്ലിക്കേഷൻസ് കൊടുക്കാനാണ് ദൈവസന്നിധിക്ക് ചെല്ലുന്നത് പോലും. എൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, കാര്യം സാധിച്ചു പോരുന്നു. മതങ്ങളെല്ലാം അങ്ങനെയാണ്. എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി ആ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റിലേഷനില്ല, ബന്ധമില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം ഈ കാര്യം സാധിക്കുന്ന സമയത്തേക്ക് മാത്രമുള്ള ബന്ധമേ ഉള്ളൂ. അന്നേരം നല്ല ബന്ധമൊക്കെയാണ്, പിന്നില്ല. ദൈവം ഒരു വ്യക്തിയാണെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. ദൈവത്തിന് എന്നെക്കുറിച്ച് ഇഷ്ടമുണ്ടെന്നുള്ളത് ചിന്തിക്കുന്നില്ല. എൻ്റെ ഇഷ്ടം നേടുവാനാണ് ഞാൻ നേടിയെടുക്കാൻ ഞാൻ പോയി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന തന്നെ ഈ ഇഷ്ടം ഇങ്ങോട്ട് തരാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ്. നമ്മൾ ഇപ്പോഴൊക്കെ ഒത്തിരി അടുത്ത് വെൻഡിങ് മെഷീനൊക്കെ ഉണ്ടല്ലോ. ഇപ്പം എയർപോർട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും വെൻഡിങ് മെഷീൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഒന്നുകിൽ നമ്മൾ പൈസ അല്ലെങ്കിൽ കോയിൻ അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ഞെക്കണം. നമുക്ക് ഏത് ഡ്രിങ്കാണ് വേണ്ടത്? കൊക്കക്കോള ആണോ വേണ്ടത്, ഫാൻറ്റ ആണോ വേണ്ടത്, അതോ അവിടെ എല്ലാം ക്യാനിനകത്ത് വെച്ചിരിക്കുക. പൈസ ഇട്ടേച്ച് നമ്മൾക്കിഷ്ടമുള്ള ലിംഗായയുടെ സൈനയിലോട്ടൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ടിക്കെന്ന് പറഞ്ഞ് താഴെ വന്ന് ലിംഗായുടെ ഒരു ഇത് വന്ന് വീഴും. പൈസ അല്ലെങ്കിൽ കാർഡ് കാണിക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയും ബന്ധമൊക്കെ ഉള്ളൂ ശരിക്കും ഇന്ന് പലർക്കും ദൈവവുമായിട്ട്. എന്നറിയാമോ? അങ്ങോട്ട് ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, കോയിനിടുന്നത് പോലെ പോയി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് ഒരു ഞെക്കുന്നു, എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തരണം, ഇതിനാ ഞാൻ വന്നത്, ഇതിനാ ഞാൻ കോയിനിട്ടത്, ഇതിനാ ഞാൻ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കുന്നത് പോലും ഇത് കിട്ടാൻ വേണ്ടിയാണ്. വെൻഡിങ് മെഷീനും നമ്മൾ വല്ല ബന്ധമുണ്ടോ? റിലേഷനില്ല. റിലേഷൻ വേണ്ട താനും. കാര്യം അതൊരു ഓബ്ജക്റ്റാണ്, അല്ലാതെ വ്യക്തിയല്ല. ലഭിക്കാനുള്ള കാര്യങ്ങൾ, നമുക്ക് ലഭിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രം ദൈവത്തെ ചിന്തിക്കുക. ദൈവമേ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണം, അതിന് ഞാനെന്തോ വേണം? ഞാൻ പ്രാർത്ഥിക്കാം. ഉപവസിക്കണോ? വേണമെങ്കിൽ ഉപവസിക്കാം. ഉപവസിക്കുന്നത് പോലും കാര്യം സാധിക്കാൻ വേണ്ടിയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നേരിടുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നതായ ഒരു വലിയ പ്രശ്നം. ഉപവാസം പോലും കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. ദൈവവുമായിട്ടുള്ള ഏക ബന്ധം നമുക്ക് കാര്യം സാധിച്ചു കിട്ടിയതുമായിട്ട് ബന്ധപ്പെടുത്തിയ. ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, ഹൂ ഈസ് ജീസസ് ടു യു? യേശു നിങ്ങൾക്ക് ആരാണ്? യേശു നിങ്ങൾക്ക് ആരാണെന്ന് ചോദിച്ചാൽ മിക്കവരും പറയുന്നത് അവരുടെ ഇഷ്ടങ്ങളെ ദൈവം പൂർത്തീകരിച്ച കഥകളൊക്കെയാണ്. ദൈവം എനിക്ക് ആരാണെന്നോ? നമ്മൾ പറയും, ബ്രദറെ, ഞാൻ 3 വർഷം രോഗിയായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. അപ്പോൾ ഞാൻ പറയും, പൊന്നു സഹോദര, ദൈവം നിനക്ക് എന്ത് ചെയ്തു തന്നു എന്നല്ല ഞാൻ ചോദിക്കുന്നത്. പ്രത്യുത ഞാൻ ചോദിക്കുന്നത്, ദൈവം നിങ്ങൾക്ക് അല്ലെങ്കിൽ യേശു നിങ്ങൾക്ക് ആരാണ്? പിന്നെ ഇവർ പറയുന്നതെല്ലാം കഥകളാണ്. കടം വീട്ടിയ യേശു, വീട് തന്ന യേശു, കാറ് തന്ന യേശു, ഇതൊക്കെയാ സാക്ഷി പറയുന്നതുമെല്ലാം. പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറയാമോ? ഈ ദൈവം തരുന്നതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ദൈവം പുറത്ത് നിൽക്കുക, യേശു പുറത്ത് നിൽക്കുകയാണ്. യേശു അകത്ത് കയറിയിട്ടില്ല, നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടില്ല. റിലേഷൻഷിപ്പ് എന്താ? ഈ തരുന്നതുമായി ബന്ധപ്പെടുത്തി മാത്രമുള്ള റിലേഷൻഷിപ്പാണ് നമുക്കുള്ളത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ 5000 പേർക്കുണ്ടായിരുന്ന ഏക ബന്ധം എന്താ? അപ്പം തന്ന യേശു. പിറ്റേ ദിവസം അവർ ചെല്ലുന്നു, അപ്പം തരണമെന്ന് പറഞ്ഞുകൊണ്ട്. ബന്ധമില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് തന്ന അപ്പം നിങ്ങൾ തിന്നു, പക്ഷേ ബന്ധമുണ്ടാകണം, നിങ്ങൾ എന്നെ ഭക്ഷിക്കണം, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കയറണം. ഇന്നലെ അപ്പം ഉള്ളിലോട്ട് പോയി, അതുപോരാ, അപ്പം വയറ്റിലോട്ടാണ് പോയത്. പക്ഷേ ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. അതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ്
ആ റിലേഷൻഷിപ്പിലേക്ക് വന്നാലേ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. മറ്റേതെല്ലാം നമ്മുടെ ഇഷ്ടം ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പറയുന്ന കാര്യമാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്നറിയണമെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വരണം. കാര്യം ദൈവത്തെ നമ്മളൊരു വ്യക്തിയായിട്ട് തിരിച്ചറിയണം. ഹീസ് എ പേഴ്സൺ. അവനൊരു വ്യക്തിയാണ്. അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒത്തിരി തുടക്കം മുതൽ അങ്ങനെയാണ്. ഒന്നാമത്തെ റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തുടക്കമാണ്. ഗാഡ് ഈസ് അവർ ക്രിയേറ്റർ. ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. സൃഷ്ടാവാകുമ്പോൾ തന്നെ ആ ബന്ധമുണ്ട്. തുടക്കമാണ് ഞാൻ പറഞ്ഞത്. കാര്യം ദൈവം നമ്മുടെ മാത്രം സൃഷ്ടാവല്ല, ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ഹീ ഈസ് ദ ക്രിയേറ്റർ ഗാഡ്. പക്ഷേ മറ്റ് മൃഗജാലങ്ങളും പക്ഷിമൃഗാദികളൊക്കെ ദൈവമാണ് അവരുടെ ക്രിയേറ്റർ എന്നുള്ളത് ഓർത്ത് ദൈവവുമായിട്ട് ഒരു നിരന്തര സംസർഗം നടത്തുന്നില്ല. പക്ഷേ നമ്മളങ്ങനല്ല. ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പറയുകയാണ്, എൻ്റെ സൃഷ്ടാവായ ദൈവം എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്? ദൈവത്തിനെന്തോ ലക്ഷ്യമുണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരിഷ്ടമുണ്ട്. സൃഷ്ടാവാണെന്നറിയുമ്പോൾ തന്നെ നമ്മൾ റിലേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. വി ആർ എൻറ്ററിങ് ഇൻ ടു എ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിലേക്ക് വരാതെ മാറി നിൽക്കുന്ന ഒരു യേശുവിനെ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സൃഷ്ടാവ് എന്ന നിലയിൽ ഞാൻ ദൈവവുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞാനൊരു പാപിയാണ്, എനിക്ക് ഒരു രക്ഷകൻ ആവശ്യമുണ്ട്. അപ്പോൾ എന്താ? റിലേഷൻ വർദ്ധിക്കുകയാണ്. സൃഷ്ടാവ് എന്ന നിലയിൽ നിന്ന് വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിലേക്ക് വരികയാണ്. ആദ്യം അവൻ എന്നെ സൃഷ്ടിച്ചു, പക്ഷേ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവൻ എന്നെ പുതിയ സൃഷ്ടിയാക്കുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് ലെവൽ ഓഫ് ക്രിയേഷനാണ് നടക്കുന്നത്, അല്ലേ? വീണ്ടും ജനനം. അവിടെ യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. എന്നെ എൻ്റെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്തവനായ യേശു. അപ്പോൾ എൻ്റെ സൃഷ്ടാവിന് തന്നെ എന്നെക്കുറിച്ച് ലക്ഷ്യമുണ്ട്. പക്ഷെ അവൻ വീണ്ടെടുപ്പുകാരനാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, എന്നെ വീണ്ടെടുത്തതിന് യേശുവിന് ചില ലക്ഷ്യങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. വെറുതെ അവൻ വീണ്ടെടുത്തതല്ല, എന്നെക്കുറിച്ച് അവൻ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദൈവത്തെ നമ്മുടെ സൃഷ്ടാവായി മനസ്സിലാക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നറിയാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അവൻ വീണ്ടെടുപ്പുകാരനാണെന്നറിയുമ്പോൾ അതിനപ്പുറത്ത് എന്നെ വീണ്ടെടുത്തത് എന്തിനു വേണ്ടിയാണ്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, കർത്താവിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് എനിക്കറിയാൻ കഴിയും. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കണം. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ഇനി റിലേഷൻ പിന്നെയും വർദ്ധിക്കുകയാണ്. എന്നെ വീണ്ടെടുത്ത് കർത്താവ് വെറുതെ പറഞ്ഞു വിടുകയല്ല, പ്രത്യുത എന്നെ വീണ്ടെടുത്ത കർത്താവ് എൻ്റെ നാഥനായി, ഹീ ഈസ് മൈ മാസ്റ്റർ, എൻ്റെ കർത്താവായി. അതാണല്ലോ, യേശുവിനെ കർത്താവായിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കർത്താവ് ആരാണ്? കർത്തൃത്വം നടത്തുന്നവനാണ് കർത്താവ്. കർത്തൃത്വം നടത്തുന്ന എൻ്റെ യജമാനനാണ് കർത്താവ്. യജമാനൻ എപ്പോഴും ദാസനെക്കുറിച്ച് ചില ലക്ഷ്യങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ സൃഷ്ടാവെന്ന നിലയിൽ ബന്ധത്തിലേക്ക് പ്രവേശിച്ചു. വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. അവനെ കർത്താവെന്നറിയുമ്പോൾ അവൻ്റെ ഇഷ്ടം നിർവഹിക്കുവാൻ ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു എന്ന തിരിച്ചറിവിൽ എപ്പോഴും ഒരു ദാസൻ യജമാനൻ എന്താ പറയുന്നത് എന്ന് കേൾക്കാനുള്ള അഭിവാഞ്ചയോടെ കാത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ എൻ്റെ കർത്താവായ, യജമാനനായ കർത്താവായ യേശു എന്നോട് എന്ത് കൽപ്പിക്കുന്നുവെന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ എപ്പോഴും
ആ കൽപ്പന കേൾക്കാൻ നോക്കിയിരിക്കുകയാ, അവൻ്റെ ഇഷ്ടമറിയാൻ. എന്നാൽ അവൻ എൻ്റെ നാഥൻ മാത്രമല്ല, അവനെൻ്റെ പിതാവും കൂടെയാണ്. യജമാനൻ പറയുന്നത് എന്താണെന്ന് കേട്ട് ചെയ്യുന്നവനാണ് ദാസൻ. പക്ഷേ അവനെൻ്റെ പിതാവാകുമ്പോൾ ഞാൻ അവൻ്റെ മകനാണ്. മകനാകുമ്പോൾ പിതാവ് നമ്മളോട് കൽപ്പിക്കും, അപ്പോൾ യജമാനനാണ്. പക്ഷേ മകനാകുമ്പോൾ അപ്പൻ്റെ ഇഷ്ടം അറിഞ്ഞു ചെയ്യുന്നവനാണ് മകൻ. ഞാൻ പറഞ്ഞല്ലോ, സൃഷ്ടാവെന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് അറിയുവാനായിട്ട്. വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ ആ ബന്ധം നമ്മൾ ദൃഢമാവുകയും നമ്മളും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, കാര്യം ആദമനെ ദൈവം സൃഷ്ടിച്ചു, പക്ഷേ ബന്ധം കുറച്ച് കഴിഞ്ഞപ്പോൾ ബന്ധം നഷ്ടപ്പെട്ടു. എന്നാൽ അവൻ വീണ്ടെടുപ്പുകാരനാകുമ്പോൾ, പാപിയായപ്പോൾ ബന്ധമില്ലായിരുന്നു, പക്ഷേ വീണ്ടെടുപ്പുകാരനായപ്പോൾ വീണ്ടും ആ ബന്ധത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ വീണ്ടും ബന്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അടുത്തതെന്താ സംഭവിക്കുന്നത്? വീണ്ടും അവിടുത്തെ കൽപ്പനകൾ കേൾക്കുവാൻ അവനെ കർത്താവായിട്ട് ഞാൻ സ്വീകരിക്കുകയാണ്, യജമാനനായിട്ട്. അപ്പോൾ യജമാനൻ കൽപ്പിക്കുന്നത് ദാസൻ ചെയ്യുന്നു. എന്നാൽ അവനെൻ്റെ യജമാനൻ മാത്രമല്ല, അവനെൻ്റെ പിതാവാണ്. പിതാവാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ അറിയുകയാണ്, ഞാനത് തിരക്കുകയും അറിയുകയുമാണ്. ചിലപ്പം കർത്താവ് പറഞ്ഞു തരും, പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ അറിയും, പറയുന്നുണ്ട്. നമ്മൾ അപ്പൻ മക്കളോട് ഇഷ്ടം പറയുന്നതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 21-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു ഉപമയായിട്ട് കർത്താവ് പറയുകയാണ്. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്നവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി. രണ്ടാമത്തവൻ്റെ അടുക്കൽ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? നോക്കുക, കൽപ്പന അനുസരിക്കുക മാത്രമല്ല, ഇഷ്ടം ചെയ്യുന്ന അവസ്ഥ. കൽപ്പന അനുസരിക്കണം, ഇഷ്ടം ചെയ്യുന്ന അവസ്ഥ. അവിടെ കർത്താവ് ചോദിക്കുകയാണ്, ഈ 2 പേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? നോക്ക്, മകനോട് ചെന്ന് കൽപ്പന പറയുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. നീ ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. ആദ്യം അവൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആലോചിച്ചു, ആരാ വന്ന് പറഞ്ഞത്? എൻ്റെ അപ്പനല്ലേ, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ഞാനല്ലേ ചെയ്യേണ്ടത്? അവൻ എന്ത് ചെയ്തു? അവൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞിട്ടും അപ്പൻ്റെ ഇഷ്ടം പോയി ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ അനുസരിക്കണം. എന്നാൽ കൽപ്പന അനുസരിച്ചാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. അത് റിലേഷൻഷിപ്പിൽ നിന്നാണ്. ഈ ആദ്യത്തെ മകൻ ഞാൻ പോകത്തില്ലെന്ന് ഒന്ന് പറഞ്ഞെങ്കിലും പിന്നെയും പോയി ചെയ്യാൻ കാര്യം എന്താ? അവൻ്റെ ബന്ധമാണ്, അവൻ്റെ റിലേഷൻഷിപ്പ്. അവൻ പറയുകയാണ്, ആരാ വന്ന് പറഞ്ഞത്? എൻ്റെ അപ്പനല്ലേ. എൻ്റെ അപ്പൻ പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടം അതല്ലേ, അവൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതല്ലേ എൻ്റെ ലക്ഷ്യം. നോക്കുക, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക. അത് ചിലപ്പോൾ അവൻ പറഞ്ഞു തരും, ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ഇഷ്ടം അറിയണം. നമ്മൾ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പോലും നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അവിടെ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നിൻ്റെ ഇഷ്ടം.
അപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് ഇഷ്ടം അറിയുന്നത്. മറ്റേത് കൽപ്പനയാണ്. കൽപ്പനയുണ്ട്, അവൻ യജമാനനായതുകൊണ്ട് കൽപ്പനയുണ്ട്. പക്ഷേ കൽപ്പന അനുസരിക്കുന്നതോടൊപ്പം കൽപ്പനയ്ക്കപ്പുറത്തെ ഇഷ്ടം ചെയ്യുന്നവനാണ് മകൻ. അങ്ങനെ ഇഷ്ടം ചെയ്യണമെങ്കിൽ അതാണ് പ്രാർത്ഥന പോലും. ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്താ? കർത്താവേ, അങ്ങയുടെ ഇഷ്ടം, ഇല്ലേ അവിടെ പറയുന്ന കാര്യം എന്നാണ്, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, നിൻ്റെ ഇഷ്ടം എന്നിൽ നിർവഹിക്കണമേ. ഇഷ്ടമറിയുന്നത് ബന്ധത്തിൽ നിന്നാണ്. ഈ പ്രാർത്ഥന യജമാനനോടുള്ള പ്രാർത്ഥനയല്ല എന്ന് നമുക്കറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ മകനാണ്, ഞാൻ മകളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും മകനും മകളുമാണെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം. പക്ഷേ അതുപോരാ, അതിനപ്പുറത്ത് കൽപ്പനയേക്കാളുപരി അവൻ്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ അറിയണം. കൽപ്പനകൾ അനുസരിക്കുന്നത് തന്നെ ഇന്ന് ചുരുക്കമാണ്. പക്ഷേ കൽപ്പന അനുസരിച്ചാൽ നമ്മൾ പറയുന്നത് ഞാൻ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നു. അങ്ങനെയാണല്ലോ കർത്താവിൻ്റെ ഉപമയിലും പരീശൻ പറയുന്നത് എന്താണ്? ഞാൻ ആ അവൻ പറഞ്ഞത്, ഞാൻ കൽപ്പനകളെല്ലാം ചെറുപ്പം മുതൽ അനുസരിക്കുന്നുണ്ട്, ഞാൻ കൽപ്പനകളൊക്കെ അനുസരിക്കുന്നുണ്ട്. ചിലരുടെ പ്രശ്നം അതാ. പക്ഷേ ഈ കൽപ്പന അനുസരിക്കുമ്പോൾ നമ്മുടെ റിലേഷൻ എവിടം വരെ വന്നിട്ടുള്ളൂ? യജമാനൻ എന്ന നിലയിൽ വരെ മാത്രമൊക്കെ വന്നിട്ടുള്ളൂ. അതിനപ്പുറത്തെ ഇഷ്ടത്തിലേക്ക് കയറുമ്പോൾ ഞാൻ പുത്രനാവുകയാണ്. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അത് എന്നിൽ നിർവഹിക്കണമേ. ഒറ്റ വാചകം നമ്മളിത് ചൊല്ലിക്കളഞ്ഞാൽ ചൊല്ലുന്നതിനകത്തുള്ളതല്ല പ്രശ്നം. ഇത് ഒന്ന് ചൊല്ലിയത് കൊണ്ട്, ദിവസം ഒരു പ്രാവശ്യം ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ട് മാത്രം കാര്യം ഉണ്ടാകുന്നില്ല. ഇഷ്ടം അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടം ചെയ്യണമെങ്കിൽ ഇഷ്ടം നമ്മൾ അറിയണം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇഷ്ടം അറിയണം. അപ്പൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് മക്കൾ അറിയണം. കർത്താവിൻ്റെ കൽപ്പന നമ്മൾ കാണണം, കേൾക്കണം, അറിയണം. അതുപോലെ കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ ഗ്രഹിക്കണം. റിലേഷൻഷിപ്പ് വർദ്ധിച്ചു വരികയാണ്. അവൻ സൃഷ്ടാവാണ്, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ നമ്മുടെ കർത്താവാണ്, അവൻ നമ്മുടെ പിതാവാണ്. ഈ റിലേഷൻ വർദ്ധിച്ചു വരുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത്, പുതിയ നിയമത്തിൽ ദൈവസഭയെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ കാന്തയായിട്ടാണ്. കാന്തനും കാന്തയും തമ്മിലുള്ള ബന്ധം. ഇഷ്ടങ്ങൾ വർദ്ധിക്കുന്നത് ഞാൻ പറയാണ്. സൃഷ്ടാവെന്ന നിലയിൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞു. അതുകൂടാതെ സൃഷ്ടാവെന്ന നിലയിൽ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ വഴിതെറ്റിപ്പോയെങ്കിൽ നമ്മളെ വീണ്ടെടുക്കുന്ന വീണ്ടെടുപ്പുകാരനെന്ന നിലയിൽ നമ്മൾ അറിഞ്ഞു. നമ്മുടെ യജമാനനെന്ന നിലയിൽ നമ്മൾ അറിഞ്ഞു. പിതാവെന്ന നിലയിൽ നമ്മൾ അറിഞ്ഞു. എന്നാൽ ആ റിലേഷൻ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, യേശു എൻ്റെ കാന്തനാണ്, എൻ്റെ മണവാളനാണ്, ഞാൻ അവൻ്റെ കാന്തയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കാന്തയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജന്മസാഫല്യം, അവളുടെ ജീവിത സാഫല്യം എന്ന് പറയുന്നത് കാന്തൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ആ ഇഷ്ടങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അത്രയും വലിയ സന്തോഷം ഒരിക്കലും ഒരു ഭാര്യയ്ക്ക്, ഒരു കാന്തയ്ക്ക് ഉണ്ടാകത്തില്ല. ഭർത്താവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതിനപ്പുറത്ത് ഒരു സാഫല്യം, ഒരു സഫലത ഒരു സ്ത്രീയുടെ ജീവിതത്തിലില്ല, ഒരു യുവതിയുടെ ജീവിതത്തിലില്ല. ഭർത്താവിൻ്റെ ഇഷ്ടം. അപ്പോൾ റിലേഷൻ വർദ്ധിക്കുന്നതനുസരിച്ച്, നമ്മുടെ ബന്ധം വർദ്ധിക്കുന്നതനുസരിച്ച് കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ അറിയുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതായ ഒരു കാര്യം. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിലേഷനിൽ നമ്മൾ വർദ്ധിക്കാത്തത് കൊണ്ട് നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് വരുന്നവർ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യേശു നിങ്ങൾക്ക് ആരാണെന്ന് ചോദിച്ചാൽ പറയുന്നതെല്ലാം യേശു നമുക്ക് എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച്. അതും കാൽവറി ക്രൂശിലെ കാര്യമൊന്നുമല്ല പറയുന്നത്. ഞാൻ വീടില്ലാത്തവനായിരുന്നു, 18 വർഷം വാടക വീട്ടിൽ താമസിച്ചു, കർത്താവ് എനിക്കൊരു വീട് തന്നു ബ്രദറെ, ആ കർത്താവായ എൻ്റെ കർത്താവ്.
എന്നൊക്കെ പറയുന്ന അവസ്ഥ. കാര്യം എന്തെന്നറിയാമോ? ആ ശരിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നിട്ട് അവൻ്റെ ഇഷ്ടം ഗ്രഹിക്കുവാൻ, യേശു എനിക്ക് ചെയ്യുന്ന ചില്ലറ കാര്യങ്ങൾ നമ്മൾ വലുതായി കാണിക്കുന്നു. സ്നേഹമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചറിയുന്നില്ല, തിരിച്ചറിയുന്നില്ല. എൻ്റെ ഇഷ്ടവുമായി ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്, കർത്താവിന്, എൻ്റെ കാന്തന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണ് എന്നുള്ളത് ഞാൻ അറിയാനായിട്ട് പലപ്പോഴും പരിശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഇഷ്ടം എന്ന ഈ സബ്ജക്റ്റ് തന്നെ, അത് കർത്താവിൻ്റെ വചനവുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് നമ്മൾ അറിയണം. അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചില പ്രവൃത്തികൾ മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. കർത്താവ് എനിക്ക് കാറ് തന്നു, കർത്താവ് എനിക്ക് വീട് തന്നു, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു, കർത്താവ് എനിക്ക് അത് തന്നു, ഇത് തന്നു. അതിൻ്റെ വലിയൊരു ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികളെ ഞാൻ കാണുന്നു. പക്ഷേ കർത്താവുമായുള്ള ആ ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് ചെന്ന് അവൻ്റെ ഹൃദയം അറിയുന്നതിൽ, അവൻ്റെ ഇഷ്ടം അറിയുന്നതിൽ, അവൻ്റെ മോഹം, എന്നെക്കുറിച്ചുള്ള മോഹം, എൻ്റെ മോഹങ്ങളുമായിട്ട് ഞാൻ അവിടെ ചെന്നു, അതൊക്കെ സാധിച്ചു കിട്ടി, സന്തോഷം. പക്ഷേ എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പലപ്പോഴും തിരക്കുന്നില്ല, അറിയുന്നില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രവൃത്തികൾ കണ്ടുകൊണ്ടിരിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികൾ അതിനെ ഇങ്ങനെ വലുതാക്കി പറഞ്ഞുകൊണ്ടിരിക്കും, റിലേഷൻഷിപ്പിലേക്ക് വരുന്നില്ല. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത് അതാണ്. ഇസ്രായേൽ മക്കൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ കണ്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിൽ അവരെക്കുറിച്ചുണ്ടായിരുന്ന ദൈവത്തിൻ്റെ വഴി എന്താണ് എന്നുള്ളത് അവരറിഞ്ഞില്ലെന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ സങ്കീർത്തനം തന്നെ 103-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതായ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. ദൈവം മോശയ്ക്ക് തൻ്റെ വഴി അറിയിച്ചു കൊടുത്തു. ഇസ്രായേൽ മക്കൾ വഴി അറിഞ്ഞില്ല. വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എതിലേ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ വഴി. അവിടെ പറയുന്നത് മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പോകുന്ന വഴിയുടെ കാര്യമല്ല. അതൊക്കെ ജോഗ്രഫിക്കൽ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അങ്ങനത്തെ വഴിയൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയാലും അറിയാം എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതിൻ്റെ വഴിയൊക്കെ. ആ വഴിയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ആ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന എന്നെക്കുറിച്ചുള്ള വഴി എന്താണ് എന്നുള്ളത് അത് മോശയ്ക്ക് ദൈവം അറിയിച്ചു കൊടുത്തു. എന്നാൽ ഇസ്രായേൽ മക്കൾ വഴി അറിയാനൊന്നും വിഷമിച്ചില്ല. പകരം അവൻ എന്തു ചെയ്തു? അവർ പ്രവൃത്തി കണ്ടു എന്നുള്ളതാ പ്രത്യേകത. പ്രവൃത്തി കണ്ടു. ഈ പ്രവൃത്തിയുടെ പ്രത്യേകത അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം. പ്രവൃത്തി എന്ന് പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങളും ഇപ്പോഴുള്ള കാര്യങ്ങളുമാണ് പ്രവൃത്തി. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് പ്രവൃത്തി. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, പാസ്റ്റ് തിങ്സ്. പിന്നെ ഇപ്പോൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, പ്രസൻറ്റ് തിങ്സ്. പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ പ്രവൃത്തി എന്ന് പറയുന്നത്. പക്ഷേ വഴി എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ്. എൻ്റെ മുന്നിലുള്ള വഴി എൻ്റെ ഫ്യൂച്ചറാണ്. എന്താണ് ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്നുള്ളത് തിരിച്ചറിയുന്നതാണ് ശരിക്കും വഴി അറിയുക അഥവാ ഇഷ്ടം അറിയുക എന്ന് പറയുമ്പോൾ. ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? നിങ്ങളെക്കുറിച്ച് എന്നെക്കുറിച്ച് എല്ലാം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ സഭയിൽ വരുന്നു, കാര്യങ്ങളെല്ലാം ഉണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ രോഗം സൗഖ്യമാക്കി കാണും, വീടില്ലാഞ്ഞപ്പോൾ വീട് തന്നു കാണും, ഒക്കെ നിങ്ങൾ വാങ്ങിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ കർത്താവ് തന്നത് കർത്താവിൻ്റെ ഒരു കരുണ കൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അതിനകത്ത് കൃപയല്ലാതെ വേറെ ഒന്നുമില്ല, അത് കൃപയാണ്.
പക്ഷേ കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ, വേർതിരിച്ചപ്പോൾ, വീണ്ടെടുത്തപ്പോൾ, നമ്മളെ വീണ്ടും ജനിപ്പിച്ചപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന്, അതാണ് കർത്താവിൻ്റെ വഴി. ഡെസ്റ്റിനേഷനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഡെസ്റ്റിനേഷനുണ്ട്, നമ്മൾ ചെന്നെത്തുന്നതായ ഒരു കാര്യമുണ്ട്, അത് വരട്ടെ. പക്ഷേ ഇന്ന് ഞാൻ എങ്ങനെ നടക്കണം, എന്ത് ചെയ്യണം എന്ന് എന്നോട് പറയുന്നതായ കർത്താവിൻ്റെ വഴി, അത് നമ്മൾ തിരിച്ചറിയണം. 106-ാം സങ്കീർത്തനം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ വരുന്ന ഭാഗമാണ് അവിടെ കാണുന്നത്. ഈ ഇസ്രായേൽ മക്കളുടെ ഒരു പ്രത്യേകത, മോശയുമായിട്ടുള്ള ഒരു വ്യത്യാസം അവിടെ പറയുകയാണ്. നമ്മൾ കണ്ടല്ലോ, മോശ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നതെല്ലാം, അതിനെക്കുറിച്ച് നമ്മൾ പറയാം, ഫ്യൂച്ചറാണ് ചോദിക്കുന്നത്. നിൻ്റെ മനസ്സിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പക്ഷെ ഇസ്രായേൽ മക്കൾ അതൊന്നും ചോദിച്ചില്ല. അവർ കർത്താവിൻ്റെ വഴി ഒന്നും തിരക്കിയൊന്നുമില്ല. പക്ഷേ കർത്താവിൻ്റെ പ്രവൃത്തി അവർ കണ്ടു. പ്രവൃത്തി കണ്ടിട്ട് ഇവർക്ക് കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടായുമില്ല. ഇപ്പോൾ അവിടെ 7-ാമത്തെ വാക്യത്തിൽ, 106-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ, ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ വെച്ച് നിൻ്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിൻ്റെ മഹാദയെ ഓർക്കാതെയും ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. മിസ്രൈമിൽ വെച്ച് തന്നെ ദൈവം അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രവൃത്തികൾ, 10 ബാധകളൊക്കെ ഉണ്ടായപ്പോൾ ഇവരെ സംരക്ഷിച്ചുകൊണ്ട് മിസ്രൈമ്യർക്ക് ബാധകൾ ഉണ്ടായതൊക്കെ നമുക്കറിയാം അല്ലേ? അതവൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തി എല്ലാം കണ്ടവരായ ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വെച്ച് മിസ്രൈമിൽ വെച്ച് നിൻ്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിൻ്റെ മഹാദയെ ഓർക്കാതെയും ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. ചെങ്കടൽ കണ്ട് മുന്നോട്ട് പോകാൻ വയ്യാതെ പുറകിൽ മിസ്രൈമ്യ സൈന്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മോശയോട് ചോദിക്കുക, ഇതിനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? എന്ത് ചെയ്ത് ദൈവം? നീ പറഞ്ഞല്ലോ ദൈവം അത് ചെയ്യൂ ഇത് ചെയ്യുമെന്നൊക്കെ, ഞങ്ങളെ ഇപ്പം അങ്ങ് കനാൻ നാട്ടിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞല്ലോ, എന്തിയേ? അവരുടെ ജീവിതത്തിൽ മിസ്രൈമിൽ വെച്ച് തന്നെ എത്രയോ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിച്ചതാണ്. അതൊന്നും അവർ ഗ്രഹിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും എത്ര അത്ഭുതം നടന്നാലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ആളുകൾ, എവിടെ ദൈവം? ദൈവം പറഞ്ഞല്ലോ എന്നെ നടത്തും, എന്നെ കൊണ്ടുപോകും, എന്നിട്ട് എന്താ ഇതിങ്ങനെ എനിക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്റ്റേജ്. ചിലപ്പോൾ പ്രയാസം ഉണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമായിരിക്കും. അതല്ല, ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമല്ല, മത്സരിച്ചു. എന്നാൽ ദൈവം അവൻ്റെ മഹാകരുണയാൽ എന്നിട്ടും അവൻ തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തൻ്റെ നാമം നിമിത്തം അവരെ രക്ഷിച്ചു. അവൻ മത്സരിച്ചു, പ്രവൃത്തി കണ്ടിട്ടും മത്സരിച്ചു. എന്നാൽ ദൈവത്തിന് കരുണ തോന്നിയിട്ട് ദൈവം അവരെ, ആ മത്സരികളെ തന്നെ വീണ്ടും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ദൈവത്തെ വിളിച്ചങ്ങ് ഏറ്റവും നന്നായിട്ട് നടക്കുന്നവർക്ക് മാത്രമൊന്നുമല്ല ദൈവം വല്ലതുമൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തത് കൊണ്ട് മാത്രം അവർ ദൈവത്തിൻ്റെ അടുത്ത ആളുകൾ, അങ്ങനെ ഒരു ചിന്ത ആൾക്കാർക്കുണ്ട്. എനിക്ക് കർത്താവ് ഒരു വീട് തന്നില്ലേ, അതെന്തുകൊണ്ടാണ് തന്നത്? ഞാൻ കർത്താവിനെ സേവിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് വീട് കിട്ടുമോ? അല്ലെങ്കിൽ എൻ്റെ രോഗം സൗഖ്യമാകുമോ? രോഗം സൗഖ്യമാക്കാൻ കർത്താവിൻ്റെ അടുത്ത് വന്ന എത്രയോ പേരുണ്ടാകാനായിട്ട്. അവരെല്ലാം എന്താ അനുസരിച്ച് കഴിഞ്ഞിട്ട് വല്ലതുമാണ് കർത്താവ് സൗഖ്യമാക്കിയത്. അങ്ങനെയൊന്നുമല്ല. കർത്താവ് തൻ്റെ മക്കൾക്കും മറ്റുള്ളവർക്കും, കാര്യം അവൻ സൃഷ്ടിയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ബന്ധം സൃഷ്ടി എന്നുള്ള ബന്ധമാണ്. ദൈവം അവൻ്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് മതക്കാരാണെങ്കിലും വേണ്ടുകയില്ല, ചിലപ്പോൾ ദൈവം അവരെ സൗഖ്യമാക്കിയെന്നിരിക്കും, അവരുടെ പ്രതിസന്ധികളിൽ സഹായിച്ചെന്നിരിക്കും, അതൊക്കെ ഉണ്ടായെന്നിരിക്കും. ചെങ്കടൽക്കരയിൽ വെച്ച് മത്സരിച്ച ഇസ്രായേൽ മക്കളെ പോലും, എന്നാൽ ഞാൻ നിങ്ങളെ ഈ കടലിൽ തന്നെ മുക്കിക്കളയുമെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. അത് കർത്താവിൻ്റെ ദയ. കർത്താവ് ആ കടൽ വിഭാഗിച്ച് അവർക്ക് കൊടുത്തു. അവരെ അക്കരെ കടന്നു. അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ വെള്ളം അവരുടെ വയലുകളെ മൂടിക്കളഞ്ഞു. ഇസ്രായേൽ മക്കൾ അക്കരെ കടന്നു, മിസ്രൈമ്യർ വന്നു, അതിനകത്ത് പെട്ടുപോയി. അന്നേരം പെട്ടെന്നൊരു മാനസാന്തരം. നമുക്കും പലപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് മാനസാന്തരം ഉണ്ടാകും.
അവർ അവൻ്റെ വചനങ്ങളെ വിശ്വസിച്ച് അവന് സ്തുതി പാടുകയും ചെയ്തു. അപ്പോൾ പ്രവൃത്തി കണ്ടിട്ടും മത്സരിച്ചു, ദൈവം കൃപ ചെയ്ത് വിടുവിച്ചു. വിടുതൽ കിട്ടിയപ്പോൾ ടെമ്പററി ആയിട്ട് ഒരു സ്തുതി, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ട് ആ സ്തുതി. ഇതൊന്നുമല്ല ദൈവ ഇഷ്ടം തിരിച്ചറിയാൻ വേണ്ടി പോയിരിക്കുന്ന കാര്യം എന്ന് പറയാനാണ് ഞാൻ വന്നത്. 13-ാമത്തെ വാക്യത്തിൽ, എങ്കിലും വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു, അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. മരുഭൂമിയിൽ അവർ ഏറ്റവും മോഹിച്ചു, നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു. നോക്കുക, കർത്താവ് അവരെ വിടുവിച്ചിട്ടും വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു. പിന്നെയും മത്സരികളായി. മത്സരത്തിലാണ് തുടങ്ങിയത്. പ്രവൃത്തി കണ്ടിട്ടും മത്സരിച്ചു. കർത്താവ് കൃപ തോന്നി വിടുതൽ കൊടുത്തു. വിടുതൽ കൊടുത്തപ്പോൾ സ്തുതിച്ചിട്ട് അല്പം കഴിയുന്നതിന് മുമ്പ് വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു. ഇതൊക്കെയല്ലേ ഇന്നും വിശ്വാസ ലോകത്തിൽ നടക്കുന്നതായ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് 13-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. അതാണ് റിലേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നം. കൗൺസിൽ, ആലോചന. കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ ആലോചന എന്താണ്? വാട്ട് ഈസ് യുവർ കൗൺസിൽ എന്നവർ ചോദിച്ചില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കർത്താവേ എന്ന് ചോദിച്ചില്ല. സ്തുതിയൊക്കെ പാടി. പക്ഷേ കർത്താവ് ആഗ്രഹിച്ചത്, ഇതൊക്കെ കാണുമ്പോൾ അവരെൻ്റെ അടുത്ത് വരണം, എന്നിട്ട് ചോദിക്കണം, ദൈവമേ, ഞങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ ഇഷ്ടം എന്താണ് കർത്താവേ? നിൻ്റെ വഴി ഞങ്ങളെ കാണിച്ചു തരണമേ. കൗൺസിൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നിൻ്റെ വഴി ഞങ്ങളെ കാണിച്ചു തരണമേ എന്ന് പറയുന്ന ഒരവസ്ഥ. അവർ പക്ഷേ ഇസ്രായേൽ മക്കൾ അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്നാ? ആലോചന കിട്ടണമെങ്കിൽ കാത്തിരിക്കണം. പ്രവചനത്തിൻ്റെ കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കണമെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ കാത്തിരിക്കണം. കർത്താവിൻ്റെ അടുക്കൽ കാത്തിരിക്കുമ്പോൾ കർത്താവ് സംസാരിക്കും. ഈ വലിയ സ്തുതി പാടുന്ന പലരും കർത്താവിൻ്റെ ആലോചനയ്ക്ക് കാത്തിരിക്കാതെ അവരെന്ത് ചെയ്യുന്നു? അവരവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചനയ്ക്ക് കാത്തിരിക്കാതെ സ്തുതി പാടിയിട്ട് എണീറ്റ് പോകുന്നൊരവസ്ഥ, വേഗത്തിൽ പ്രവൃത്തികളെ മറന്നു കളയുന്ന അവസ്ഥ. കാത്തിരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം അറിയണമെങ്കിൽ, കർത്താവിൻ്റെ വഴി അറിയണമെങ്കിൽ, കർത്താവിൻ്റെ വഴി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഇഷ്ടം. കർത്താവ് കാണിച്ചു തരികയാണ്, ഇതിലേ നടന്നുകൊള്ളുക എന്നുള്ള വഴി കാണിച്ചു തരുമ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ആവശ്യമുണ്ട്. കർത്താവേ, നീ എന്നെ ഇത് കാണിച്ചു തരണേ. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം, ഇന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇന്ന് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് നിരന്തരമായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ആലോചന പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ 25-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ, നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. വളരെ കൃത്യമായ ഒരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. ഇത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. പക്ഷേ ഇത് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നില്ല. നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും അങ്ങ് പറയുക, നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധി പോയിരുന്നു. നീ പ്രാർത്ഥിക്ക്, കർത്താവ് നിനക്ക് കാര്യം ചെയ്തു തരും, സാധിപ്പിച്ചു തരും എന്നൊക്കെ പറയുന്നതല്ലാതെ എത്ര പേര് ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ ആണെങ്കിലും എഴുന്നേറ്റ്, കർത്താവേ, നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നീ ഒന്ന് പറഞ്ഞു തരണേ കർത്താവേ. സ്പീക്ക് ടു മീ ഗാഡ്, എന്നോടൊന്ന് സംസാരിക്കണമേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. കർത്താവിൻ്റെ പാതകൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുന്ന് ബാംഗ്ലൂർ പോകാൻ എങ്ങനെയാണ് പോകേണ്ടത്? ബാംഗ്ലൂർ പോകാൻ ഇവിടുന്ന് പാലക്കാട്ട് ചെന്നിട്ട് നേരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ശരിയാണ്. പക്ഷേ അത്രയും പോരാ. വഴി അറിയാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ എന്തു വേണം? ഏറ്റവും നല്ലത് ഈ ആളെ കൂടെ കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ, ഇവിടുന്ന് ഇടത്തോട്ട്, ഇവിടുന്ന് വലത്തോട്ട്, ഇവിടുന്ന് ഇടത്തോട്ട് എന്നൊക്കെ പറയുന്ന, അതിനാണല്ലോ നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കുന്നത്. ഇവിടുന്ന് ഇടത്തോട്ട്, ഇവിടുന്ന് 300 മീറ്റർ കഴിയുമ്പോൾ വലത്തോട്ട്, കൂടെ ഇരുന്ന് വഴി പറഞ്ഞു തരിക. അതാണ് ഉപദേശിച്ച് തരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം.
ഇവിടെ എന്താ കാണുന്നത്? നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. പാത്സ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ മാത്രം പറഞ്ഞു തരികയല്ല. ഡെസ്റ്റിനേഷൻ അറിയണം നമ്മൾ, പക്ഷെ ഡെസ്റ്റിനേഷൻ മാത്രമല്ല, അനുനിമിഷം നമ്മുടെ കൂടെ ദൈവം ഇരുന്ന് വഴി പറഞ്ഞു തരുന്നത്. അത് നമ്മൾ ഗ്രഹിക്കണം. അവൻ്റെ വഴി നമ്മൾ അറിയണം. അതാണ് കൃത്യമായ പ്രാർത്ഥന. പ്രവൃത്തി കർത്താവ് ചെയ്യും, പക്ഷേ വഴി ഞാൻ ചോദിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് പറഞ്ഞ ഈ പ്രാർത്ഥന അത്യാവശ്യമെന്ന് പറയാൻ കാര്യം, വഴി ഞാൻ ചോദിച്ച് മനസ്സിലാക്കണം. കർത്താവേ, ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? കർത്താവ് കാണിച്ചു കൊടുക്കുന്ന വഴിയെ. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. എനിക്ക് വലിയ രസകരമായി തോന്നിയൊരു കാര്യമുണ്ട്. റൂട്ട് മാപ്പ് ഒന്നും പറഞ്ഞു കൊടുത്തില്ല. നമ്മളാണെങ്കിൽ മാപ്പിട്ടങ്ങ് പോകും. ഇത് റൂട്ട് മാപ്പ് ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അപ്പോൾ കർത്താവ് പറഞ്ഞു എന്നാ, മോനെ നീ ഇറങ്ങിയാൽ ഞാൻ നിന്നെ കാണിച്ചു തരുന്ന. അതിൻ്റെ അർത്ഥം എന്നാ? അവനും കൂടെ വരുമെന്നാണ് അതിൻ്റെ അർത്ഥം. അവനും കൂടെ വരും. അല്ലാതെ നേരത്തെ മാപ്പ് കിട്ടിയത് കൊണ്ടൊന്നുമല്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അബ്രഹാം പറഞ്ഞു ഞാൻ യാത്രയിലാണ്. ആൾക്കാർ ചോദിക്കും എങ്ങോട്ടാ? അറിയത്തില്ല. പിന്നെ കർത്താവ് പറഞ്ഞു നീ പോകാൻ. ഞാൻ പോവുക. എടാ എങ്ങോട്ടാ പോകുന്നതെന്ന് പറ. അതറിയത്തില്ല. കർത്താവ് പറഞ്ഞു പോകാൻ. നീ ഇവിടുന്ന് ജംഗ്ഷനിൽ ചെന്നിട്ട് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? അറിയത്തില്ല. പിന്നെ കർത്താവ് അന്നേരം പറഞ്ഞു തരും. അത് കഴിഞ്ഞ് നേരെ പോയിട്ട് നീ നേരെയാണോ പോകുന്നത് അതോ വളഞ്ഞാണോ പോകുന്നത്? അറിയത്തില്ല. കർത്താവ് വരും. നീ തന്നെയാണോ പോകുന്നത്? ഇല്ല, സാറായും വരുന്നുണ്ട്. ചേട്ടാ, ഈ പ്രായത്തിൽ നിൻ്റെ ഭാര്യയെ കൂടെ നീ വലയ്ക്കാൻ നോക്കുകയാണോ? നീയോ പോയി എന്നായിരിക്കും ചിലപ്പോൾ നാട്ടുകാർ പറഞ്ഞത്. പക്ഷേ അബ്രഹാമിന് ഒരു ബോധ്യമുണ്ട്, എന്നെ വിളിച്ചവൻ എൻ്റെ കൂടെ വരും. അവൻ വഴി പറഞ്ഞു തരും, പാതകളെ എനിക്ക് ഉപദേശിച്ച് തരും, എൻ്റെ കൂടെ നടക്കും. ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, അവൻ്റെ വഴികളെ നടക്കുവാൻ, അത് പാതകളെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, നീ എൻ്റെ കൂടെ നടക്കണമേ, നിൻ്റെ പാതകളെ നീ എനിക്ക് ഉപദേശിച്ച് തരണമേ. നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവൻ ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നു. നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി. അതാ പറയുന്നത്, നിൻ്റെ സത്യത്തിൽ. ഏതെങ്കിലും ഒരു വഴി പറഞ്ഞു തന്നിട്ട് കർത്താവ് പറയുന്നത് അങ്ങനെയല്ല, നിൻ്റെ സത്യത്തിൽ. എനിക്കിഷ്ടമുള്ളതിലേ ഞാൻ പോകും, നീ എൻ്റെ കൂടെ പോരണമെന്നല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് അങ്ങനെയൊക്കെയാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെയൊക്കെ പ്രാർത്ഥന യാക്കോബിൻ്റെ പ്രാർത്ഥന പോലെയാണ്. യാക്കോബ് എന്താ പ്രാർത്ഥിക്കുന്നത് അറിയാമോ? ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എന്നോട് കൂടെ ഇരിക്കുകയും എനിക്ക് കഴിക്കാൻ ഭക്ഷിക്കുവാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യുമെങ്കിൽ നീ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എന്നോടുകൂടെ പോരുകയും. നമ്മളങ്ങനെയല്ലേ പറയുന്നത്? ഞാൻ പോകുന്ന ഈ വഴി. അപ്പോൾ എനിക്ക് എൻ്റെ വഴി ഉണ്ട്. കർത്താവിനോട് പറയുക, നീയൂടെ എൻ്റെ വഴിയെ വരാൻ. പ്രിയമുള്ളവരെ, അതല്ല ദൈവം പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ വഴിയെ പോകുന്നതാണ്. ആ ദൈവത്തിൻ്റെ വഴി അറിഞ്ഞ് ആ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നതാണ്. അതാണ് എന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്ന് പറയുന്നത്. അല്ലാതെ എൻ്റെ വഴിയെ ദൈവത്തെ വളച്ചൊടിച്ച് കൊണ്ടുവരുന്നതല്ല, ഉപവസിച്ച് കർത്താവിനെ എൻ്റെ പാതയിലൂടെ നടത്തുന്നതല്ല. അങ്ങനെയൊന്നും നടക്കത്തില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ പാതയിലൂടെ ദൈവത്തെ വരുത്തുന്നതാണ്. ഇന്നത്തെ ഈ പ്രോസ്പെരിറ്റി പ്രവാചകന്മാരുടെ എല്ലാം പ്രത്യേകത എന്നാണെന്നറിയാമോ? നിൻ്റെ വഴിയെ ദൈവം വരുമെന്ന് പറയുന്നതാണ്. പക്ഷേ പ്രവാചകൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ പ്രവാചകൻ എന്താ ചെയ്യുന്നത്? യഥാർത്ഥ പ്രവാചകൻ ദൈവത്തിൻ്റെ വഴിയെ മനുഷ്യനെ നടത്തുന്നതാണ്.
സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് അതാണ്. നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി, എൻ്റെ സത്യത്തിലല്ല, എനിക്ക് തോന്നുന്ന രീതിയിലല്ല, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവൻ ഞാൻ നിങ്കൽ പ്രത്യാശിക്കുന്നു. ദിവസം മുഴുവൻ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഓടിച്ചെന്നൊന്ന് പ്രാർത്ഥിച്ചേച്ച് തിരിച്ചു പോരാനല്ല, ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ ആലോചന കേട്ട് നടക്കുന്നവൻ. അതാണ് കർത്താവിൻ്റെ വഴി അറിയുക എന്ന് പറഞ്ഞാൽ. ഓരോ നിമിഷങ്ങളിലും കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്നവൻ. നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. 24/7, 24 മണിക്കൂർ അവൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു അവസ്ഥ. ദിവസം മുഴുവൻ. അങ്ങനെയാണ് അവൻ്റെ വഴി നമ്മൾ അറിയുന്നത്. അവൻ്റെ വഴിയുടെ മാപ്പ് വാങ്ങിച്ചുകൊണ്ട് നമുക്കിഷ്ടമുള്ളതുപോലെ പോകാൻ പറ്റില്ല. മാപ്പുണ്ട്, അത് ഇതാ ദൈവത്തിൻ്റെ മാപ്പ് ഇതാ. പക്ഷേ ഞാൻ ഓരോ ദിവസവും അവൻ്റെ ഇഷ്ടമിന്നതെന്ന് ഗ്രഹിക്കണമെങ്കിൽ, അവൻ്റെ വഴിയെ ഞാൻ നടക്കണമെങ്കിൽ, ഞാൻ അവൻ എന്നെ തന്നെ ഫലമേൽപ്പിച്ച് ദിവസം മുഴുവൻ അവൻ്റെ വഴിയെ ഞാൻ നടക്കണം. അത് എൻ്റെ ഇഷ്ടത്തിന് നടന്നാൽ പോരാ. 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ്റെ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് അവൻ തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. നോക്ക്, സൗമ്യതയുള്ളവർക്ക്. എന്താ ഈ സൗമ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ പതുങ്ങി നടക്കുന്നവരൊക്കെ നമ്മൾ നോക്കുന്നത് ഒരു സൗമ്യനായ മനുഷ്യനാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരമൊന്നും അധികമൊന്നുമില്ല, സൗമ്യനായ മനുഷ്യനാണ്. അതല്ല സൗമ്യത. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ലാത്തവർക്ക് എന്ന അർത്ഥത്തിലാണ്. ഹിഡൻ അജണ്ട ഒന്നുമില്ലാത്ത ആൾക്ക്. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത് ഹിഡൻ അജണ്ടകളുമായിട്ടാണ്. അതിൻ്റെ അപ്രൂവൽ വാങ്ങിക്കാനാണ്. ഞാൻ പറഞ്ഞല്ലോ, പലരും അപ്രൂവൽ വാങ്ങിക്കാനാണ് ദൈവസന്നിധി ചെല്ലുന്നത്, എൻ്റെ ഇഷ്ടത്തിൻ്റെ അപ്രൂവൽ വാങ്ങിക്കാൻ. എന്നാൽ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും എഴുതിക്കൊണ്ട്, സാധാരണ ഞാൻ റോമാലേഖനത്തെക്കുറിച്ച് ക്ലാസ്സൊക്കെ എടുത്തോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മളൊരു ക്ലീൻ സ്ലേറ്റ് ആയിരിക്കണം. ഇതിലെ കുത്തി വരച്ച ഒരു സ്ലേറ്റും കൊണ്ട് ദൈവത്തിനടുത്ത് ചെന്നിട്ട് നിൻ്റെ വഴി ഇങ്ങോട്ടൊന്ന് എഴുതി തന്നേരെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അതിനകത്ത് നിൻ്റെ വഴി വരച്ച് വെച്ചേച്ച് ഇതിൻ്റെ അടിയിൽ ഒന്ന് സൈൻ ചെയ്തേക്കാൻ പറഞ്ഞാലും പറ്റത്തില്ല. ഒരു ക്ലീൻ സ്ലേറ്റായിട്ട്, അതാണ് സൗമ്യതയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. സൗമ്യതയുള്ളവർക്ക് അവൻ തൻ്റെ വഴി പറഞ്ഞു കൊടുക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, സ്വകാര്യമായ താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നുമില്ലാതെ, യാതൊരു മോഹങ്ങളുമില്ലാതെ നമ്മൾ പോകുമ്പോൾ ദൈവം തൻ്റെ ആലോചന നമുക്ക് പറഞ്ഞു തരും. കൗൺസിൽ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കൗൺസിൽ നമുക്ക് അവൻ പറഞ്ഞു തരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ്റെ ആലോചന നമുക്ക് പറഞ്ഞു തരും, അവൻ്റെ വഴി നമുക്ക് പറഞ്ഞു തരും. ദ കൗൺസിൽ ഓഫ് ഗാഡ്. അതറിഞ്ഞാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ, അതറിഞ്ഞാലേ നമുക്ക് മറ്റുള്ളവരെ ദൈവപാതയിൽ നടത്താനും പറ്റുകയുള്ളൂ. പുറപ്പാട് പുസ്തകത്തിൽ മോശയും പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 33-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് മോശ പറയുകയാണ്, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ, എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ. ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇത് പറയുന്നത് എന്ന് നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ അവർ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചെങ്കടലൊക്കെ കടന്ന് മരുഭൂമിയിൽ അവർ യാത്ര ചെയ്യുമ്പോൾ അവരെ നയിക്കുന്നത് മോശയാണ്. മോശയ്ക്ക് ദൈവമായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷേ ഇസ്രായേൽ മക്കൾ, നമ്മൾ കേട്ടല്ലോ, വായിച്ചല്ലോ, അവൻ്റെ പ്രവൃത്തി മാത്രം കണ്ടു, വേഗത്തിൽ അവൻ്റെ പ്രവൃത്തി മറന്നു കളഞ്ഞു. അതാണ് പ്രവൃത്തിയുടെ പ്രശ്നം. പിന്നെ പാവം മോശ ഉണ്ടായിരുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ
പർവ്വതത്തിൽ കയറിപ്പോയി ദൈവത്തെ കണ്ട് ദൈവത്തിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ മോശ ഒന്ന് ഇറങ്ങി വരാൻ ഇച്ചിരി താമസിച്ചപ്പോഴത്തേക്ക് ഇസ്രായേൽ മക്കളെല്ലാവരും കൂടെ കാള ദൈവത്തെ ഉണ്ടാക്കി വിഗ്രഹത്തെ നമസ്കരിച്ചു. മോശ ഇറങ്ങി വന്നു, ചരിത്രമൊക്കെ നമുക്കറിയാം. ഇറങ്ങി വന്നു കഴിഞ്ഞ് ദൈവം അവരെ നശിപ്പിക്കുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായപ്പോൾ മോശ ആദ്യം ജനത്തോട് നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ സംസാരിച്ചെങ്കിലും മോശയ്ക്ക് തൻ്റെ ജനത്തോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് മോശ എന്ത് ചെയ്തു? നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് മോശ ഒരു കൂടാരമെടുത്ത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 7-ാമത്തെ വാക്യത്തിൽ മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിന് ദൂരത്തടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേർ ഇട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. ആ സമാഗമന കൂടാരത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. സമാഗമന കൂടാരം എന്ന് പറയുന്നത് സമമായി ആഗമിച്ചെത്തുന്ന കൂടാരം എന്ന ഒരർത്ഥത്തിലാണ്. മലയാളത്തിൽ അത് വളരെ ടെൻ്റ് ഓഫ് മീറ്റിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ. സമമായി ആഗമിച്ചെത്തുന്ന കൂടാരം, അതായത് മോശ പാളയം വിട്ട് പാളയത്തിന് പുറത്തേക്ക് സമാഗമന കൂടാരത്തിലേക്ക് നടക്കുമ്പോൾ ദൈവം തൻ്റെ കൂടാരം വിട്ട് ഈ സമാഗമന കൂടാരത്തിലേക്ക് നടക്കും. അവർ രണ്ടുപേരും സമമായി ആഗമിച്ച് സമാഗമന കൂടാരത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ടെൻ്റ് ഓഫ് മീറ്റിംഗ്. ആ ടെൻ്റ് ഓഫ് മീറ്റിങ്ങിൽ മോശ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്? 13-ാം വാക്യത്തിൽ, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. മോശ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മോശ കയറിച്ചെന്ന്, അതിപ്പോഴല്ല, സമാഗമന കൂടാരത്തിന് മുമ്പും ശരിക്കും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴൊക്കെ മോശ എന്ത് ചെയ്യുന്നു? സമാഗമന കൂടാരം പിന്നെ ഉണ്ടാക്കിയത്. അതിനു മുമ്പ് പർവ്വതത്തിലേക്ക് കയറി ചെല്ലുന്നതായ കാര്യമാണ് നമ്മൾ കാണുന്നത്. 19-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. 19-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ച് കൽപ്പിച്ചത് നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടതെന്നാൽ, അവിടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്നവനായ മോശ. നമുക്കും ഇന്ന് ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലണം. പർവ്വതത്തിൻ്റെ മണ്ടയ്ക്കോട്ടൊന്നും പോകണ്ട. അത് പഴയ നിയമത്തിൽ അങ്ങനെ ആവശ്യമായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. നീ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തയ്യാറുണ്ടെങ്കിൽ നിൻ്റെ ശബ്ദം കേൾക്കാൻ നോക്കി നിൽക്കുന്നവനായ ഒരു ദൈവം നിൻ്റെ അടുത്ത് തന്നെയുണ്ട്. എന്നാൽ മോശ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്നു. നമ്മളും ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലണം. കയറി ചെന്നാൽ ദൈവം മോശയോട് സംസാരിച്ചതുപോലെ നമ്മളോടും സംസാരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേൽ മക്കളോട് സംസാരിച്ചില്ല. ഇസ്രായേൽ മക്കളോട് സംസാരിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ദൈവം ഞങ്ങളോട് സംസാരിക്കരുത്, മോശ സംസാരിച്ചാൽ മതി, ഞങ്ങൾ നശിച്ചു പോകും. ദൈവത്തിൻ്റെ ഇടിമുഴക്കം കേട്ടപ്പോൾ അവർ പേടിച്ചു പോയി. അങ്ങനെയൊരു ദൈവമല്ല. മോശയുടെ അടുത്ത് എത്ര സൗമ്യമായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം മോശ കേൾക്കുന്നു. കാരണം മോശയ്ക്ക് ദൈവവുമായിട്ട് റിലേഷൻഷിപ്പുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് ആ ബന്ധം ഇല്ല. ശരിക്കും ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ ആദ്യം ആവശ്യമുള്ളത് റിലേഷൻഷിപ്പാണ്. ദൈവമായിട്ടുള്ള നല്ല ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വന്നാൽ ദൈവം നമ്മളോട് സംസാരിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ സംസാരം കേൾക്കാൻ ബന്ധമില്ലാഞ്ഞത് കൊണ്ടാണ് 32-ാം അധ്യായത്തിൽ അവർ പറഞ്ഞത്, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം. ഈ മോശ അങ്ങോട്ട് കയറിപ്പോയി. ഇനി മോശ വലിയ കൽപ്പലകയും കൊണ്ടൊക്കെ വരുമെന്ന് അവർക്കറിയത്തില്ല. കൽപ്പലയും കൊണ്ടൊക്കെ വരും, വലിയ കൽപ്പന അങ്ങനെയൊന്നും വേണ്ട. ഞങ്ങളുടെ മുമ്പിൽ ചാടാനും ഓടാനും തുള്ളാനും ഒരു ദൈവത്തെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ തുള്ളുമ്പോൾ അവനും തുള്ളണം. ഇതൊക്കെയാണ് ഇന്നത്തേക്ക്. നമ്മൾ തുള്ളുമ്പം നമുക്കൊപ്പം തുള്ളുന്ന ഒരു ദൈവത്തെ ഒത്തിരി പേർക്ക് വേണം. അതല്ല, നിന്നോട് കൽപ്പിക്കുന്ന ഒരു ദൈവം, വഴി പറഞ്ഞു തരുന്നവനായ ദൈവം. ഇസ്രായേൽ മക്കൾ പ്രവൃത്തി കണ്ടവരാണ്, എന്നാൽ അവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവരല്ല, വഴി അറിഞ്ഞവരല്ല. യഹോവയെ അന്വേഷിക്കുന്ന മോശയാണ് 33-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. സമാഗമന കൂടാരത്തിൽ യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം ആ സമാഗമന കൂടാരത്തിലേക്ക് കടന്നു ചെല്ലും. അവിടെ ദൈവ സംസർഗം അനുഭവിക്കുകയാണ്.
പക്ഷേ ഈ സമാഗമന കൂടാരം എവിടെ അടിച്ചിരിക്കുന്നു ചോദിച്ചപ്പോൾ ഞാൻ വായിച്ചപ്പോഴത്തേക്ക് അത് പാളയത്തിന് പുറത്താണ്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. കാര്യം പാളയം അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ട് ദൈവം ഇറങ്ങി വരത്തില്ല, പാളയത്തിന് പുറത്ത്. ഇതുപോലെ അശുദ്ധിയിൽ ജീവിക്കുന്നവൻ്റെ അടുത്തേക്ക് ദൈവം ഇറങ്ങി വന്ന് ശബ്ദം കേൾപ്പിക്കുകയില്ല. യഹോവയെ അന്വേഷിക്കുന്നവൻ ഈ അശുദ്ധിയെ വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. ഒരു സെപ്പറേഷൻ ആവശ്യമുണ്ട്. മോശയോട് ദൈവം സംസാരിച്ചു മലയുടെ മുകളിൽ വെച്ച്. അതിനുശേഷം യഹോവയെ അന്വേഷിക്കുന്ന ആരോടും ദൈവം സംസാരിക്കാൻ തയ്യാറായി. പക്ഷേ അത് പാളയത്തിന് പുറത്താണ്. ആ പാളയത്തിന് പുറത്ത് കടന്നു ചെന്നാൽ പിന്നെ അവിടെ ദൈവവും നമ്മളും മാത്രമേ ഉള്ളൂ. ലൗകിക മോഹങ്ങളോ താല്പര്യങ്ങളോ ഒന്നും അവിടെ ബാക്കിയില്ല, ആളുകളുമില്ല, ഒന്നുമില്ല. ഒരു സോളിറ്റ്യൂഡ്, ഒരു ഏകാന്തത, ഞാനും ദൈവവും മാത്രമുള്ള ഒരവസ്ഥ. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനും ദൈവവും തന്നെയുള്ള ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അപ്പോഴാണ് അവൻ വഴി പറഞ്ഞു തരുന്നത്. കർത്താവിൻ്റെ വഴി ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ സംസാരം കേൾക്കണം. ഈ സമാഗമന കൂടാരത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ 33-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, അവിടെ മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. നമ്മൾ കർത്താവിനെ തിരക്കി ചെന്നാൽ, പാളയം വിട്ടിട്ട് സമാഗമന കൂടാരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നാൽ അവിടെ മേഘസ്തംഭം ഇറങ്ങും. മേഘസ്തംഭം ഇറങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ ഫിസിക്കലി അല്ല, ദൈവത്തിൻ്റെ മേഘം, ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരും. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യഹോവ മോശയോട് സംസാരിച്ചു. എങ്ങനെയാണ് സംസാരിക്കുന്നത്? 11-ാമത്തെ വാക്യത്തിൽ, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. സ്നേഹിതനോട് സംസാരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ? സ്നേഹിതൻ പറയുന്നതെല്ലാം കേൾക്കുക മാത്രമല്ല, നമുക്ക് സംശയമൊക്കെ ഉണ്ട്, അങ്ങോട്ട് ചോദിക്കുകയും ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരം. അതാ ശരിക്കും സമാഗമന കൂടാരത്തിൽ നടക്കുന്നത്. സമാഗമന കൂടാരത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നു, നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു. അതിൻ്റെ മറുപടി ദൈവം നമ്മളോട് പറയുന്നു. നമ്മളും ദൈവവും തമ്മിലുള്ള മ്യൂച്വലായിട്ടുള്ള ഒരു സംസാരം. ആ സംസാരമാണ് നമുക്ക് ആവശ്യം. അങ്ങനൊരു സംസാരം നമുക്ക് വേണം. അപ്പോഴാണ് കർത്താവിൻ്റെ വഴി നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ. സ്നേഹിതൻ്റെ പ്രത്യേകത എന്താ? സ്നേഹിതനോട് നമ്മൾ ഹൃദയം പങ്കുവയ്ക്കുകയാണ്. ഹൃദയം പങ്കുവയ്ക്കുന്ന അവസ്ഥ. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് പറയുന്നില്ല, ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, റിലേഷൻഷിപ്പ് ഇങ്ങനെ കൂടി 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 വരുന്നൊരവസ്ഥ. ഒരു സ്നേഹിതനോടെന്നതുപോലെ കർത്താവ് നമ്മളോട് സംസാരിക്കും. നമുക്ക് കർത്താവിനോട് സംസാരിക്കാൻ കഴിയുന്ന, അങ്ങനെ കർത്താവ് നമ്മുടെ സ്നേഹിതനാകുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, അവൻ്റെ വഴി അറിയാനുള്ള മാർഗം യേശുവിൻ്റെ സ്നേഹിതനാവുക എന്നുള്ളതാണ്. അപ്പോൾ യേശുവിൻ്റെ ഹൃദയം നമുക്കറിയാൻ പറ്റും. യോഹന്നാൻ അപ്പോസ്തലനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അവൻ്റെ മാറോട് ചാരിയിടുന്നെന്ന്. മാറോട് ചാരിയിടുന്നാലുള്ള പ്രത്യേകത എന്താ? മാറോട് ചാരിയിരിക്കുന്നവന് ഹൃദയമിടിപ്പ് കേൾക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കത്തക്ക രീതിയിൽ യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കുന്നൊരനുഭവം നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ അവൻ്റെ സ്നേഹിതന്മാരാകുന്നത്. ക്വൈക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഉണർവ് സംഘമുണ്ടായിരുന്നു. ക്വൈക്കേഴ്സ് എന്ന് അവരെ നാട്ടുകാർ വിളിച്ചതാണ്. കാര്യം അവർ പ്രാർത്ഥിക്കുമ്പം വിറയ്ക്കുമായിരുന്നെന്ന് കണ്ടവർക്കൊക്കെ തോന്നിയത്. അവരിങ്ങനെ വിറയ്ക്കും, പ്രാർത്ഥിക്കുമ്പോൾ വിറയ്ക്കും. ക്വൈക്കേഴ്സ്. പക്ഷെ അവരവരെ വിളിച്ചത് ക്വൈക്കേഴ്സ് എന്നല്ല. അവരവരെ വിളിച്ചത് ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്നാണ്. യേശുവിൻ്റെ സ്നേഹിതന്മാർ. നിങ്ങൾ ആരാണ്? വി ആർ ഫ്രണ്ട്സ് ഓഫ് ജീസസ്. അതെങ്ങനെയാടാ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാകുന്നത്? ഹൗ ക്യാൻ യു ബി ദ ഫ്രണ്ട്സ് ഓഫ് ജീസസ്? ഉടനെ ഇവർ പറഞ്ഞ കാര്യം, ബിക്കോസ് വി നോ ദ ഹാർട്ട് ഓഫ് ജീസസ്. ഞങ്ങൾക്ക് യേശുവിൻ്റെ ഹൃദയം അറിയാം. യേശുവിൻ്റെ ഹൃദയത്തിലുള്ളത് അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നു. വി ആർ ഫ്രണ്ട്സ് ഓഫ് ജീസസ്. അതെങ്ങനെ? അത് നമ്മൾ പിന്നെ പഠിക്കുന്നുണ്ട്.
ത്രൂ ആൻ ഇന്നർ ലൈറ്റ്. കോയിക്കേസ് പറഞ്ഞതാണ്, ഒരു ഹൃദയത്തിൻ്റെ പ്രകാശനം. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവം സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം പ്രകാശിക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന്. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ വഴി അറിയുന്നു. ക്വൈക്കേഴ്സ് പറഞ്ഞതാണ്, ത്രൂ ആൻ ഇന്നർ ലൈറ്റ്. ക്വൈക്കേഴ്സിന് അവരെ നാട്ടുകാർ വിളിച്ചു, പക്ഷെ അവരവരെ വിളിച്ചത് ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്നാണ്. അങ്ങനെ ഒരു സ്നേഹിതനോട് എന്നതുപോലെ ദൈവം മോശയോട് സംസാരിക്കുന്നതായ സാഹചര്യത്തിൽ നമ്മൾ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ വരുമ്പോൾ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ. അപ്പോൾ വഴി കർത്താവ് പറഞ്ഞു തരും. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ വഴി അഥവാ കർത്താവിൻ്റെ ഇഷ്ടം. നമ്മുടെ സബ്ജക്റ്റ് അതാണല്ലോ, കർത്താവിൻ്റെ ഇഷ്ടവും കർത്താവിൻ്റെ വചനവും. കർത്താവിൻ്റെ ഇഷ്ടം അവൻ എനിക്ക് പറഞ്ഞു തരും, അവൻ സംസാരിക്കും. ആ ശബ്ദം നമ്മൾ കേൾക്കണം. ഇത് ചില ആളുകൾക്ക് വേണ്ടി, ഇത് ഈ പ്രസംഗം കേൾക്കുമ്പോഴും ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കും അതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആത്മീക സ്പിരിച്വൽ ജയൻസിന് വേണ്ടിയൊക്കെ ഉള്ളവരാ, ഞാൻ ആരാ? അങ്ങനെയല്ല. ഒരു സ്നേഹിതനോടുന്നതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, യഹോവയെ അന്വേഷിക്കുന്നവൻ. യഹോവയെ അന്വേഷിക്കുന്നവനൊക്കെയും സമാഗമന കൂടാരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പാളയം വിട്ട് യഹോവയെ അന്വേഷിക്കുന്നവരൊക്കെയും കൂടാരത്തിലേക്ക് ചെന്നു. നീ യഹോവയെ അന്വേഷിക്കുന്നവനാണെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കും, ഇന്നും സംസാരിക്കും, നിൻ്റെ ഹൃദയത്തോട് സംസാരിക്കും. നീ അവൻ്റെ ഹൃദയം അറിയും, ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്നതായ ഒരു അവസ്ഥ. ദൈവം വഴി പറഞ്ഞു തരും. എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നെ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ എന്ന് അവൻ പറയുകയാണ്. നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. വെറുതെ വഴി കേട്ടേച്ച് പോരുകയല്ല, എനിക്ക് നിന്നെ അറിയണം. റിലേഷൻഷിപ്പ് കണ്ടോ? എന്താ മോശം എന്ന് പറയുന്നത്? എന്നെ വഴി കാണിക്കണമേ, ഒന്ന് എഴുതി തന്നാൽ കുഴപ്പമില്ല, ഒരു മാപ്പ് വരച്ച് തന്നാൽ കുറച്ചുകൂടെ എളുപ്പമാണ് എന്നല്ല പറയുന്നത്. പറയുന്നത് എന്താണ്? ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. എൻ്റെ വചനങ്ങൾ കേൾക്കുന്നവരെ, നമ്മൾ കർത്താവിനെ അറിയുന്നവരാകണം. വഴി അറിയണം പോരാ, ആ വഴി നമുക്ക് പറഞ്ഞു തരുന്ന കർത്താവിനെ നമ്മൾ അറിയണം. ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച മോശയോട് ദൈവം എത്ര സൗമ്യതയോടെ താഴോട്ട് വായിക്കുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ മോശയോട് കർത്താവ് പറയാണ്, അതിന് അവൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. കർത്താവ് പറയാ, മോനെ നീ 2 കാര്യമാണ് ചോദിച്ചത്. 1, വഴി പറഞ്ഞു തരണം. 2, എന്നെ നിനക്കൊന്നറിയണം, എൻ്റെ മനസ്സ് നിനക്കൊന്നറിയണം, എൻ്റെ ഇഷ്ടം നിനക്കറിയണം. ഇതൊക്കെയാണ് നീ പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ വെച്ച് വഴി കേട്ടേച്ച് നീ പോകണ്ട. നീ പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. നീ തന്നെ പോകണ്ട. വഴി പറഞ്ഞു തന്നിട്ട് നടക്കടാ എന്ന് പറഞ്ഞ് വടിയെടുത്തടിക്കുന്ന ഒരു കർത്താവല്ല എൻ്റെ കർത്താവ്. വഴി പറഞ്ഞു തന്നിട്ട് ആ വഴിയെ ഞാൻ നടക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ നടക്കുന്നവനാ കർത്താവ്. കർത്താവ് പറയുക, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് യു. വഴി പറഞ്ഞു തരിക മാത്രമല്ല, ആ വഴിയിൽ കൂടെ നടക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം ഗ്രഹിക്കണം. പക്ഷേ ആ ഇഷ്ടം ഗ്രഹിച്ചാലും അത് ചെയ്യാനുള്ള ശക്തി പലപ്പോഴും എനിക്ക് ഇല്ല. എന്നാൽ ഇവിടെ ഇഷ്ടം പറയുക മാത്രമല്ല, ആ ഇഷ്ടം നിർവഹിക്കുവാൻ വേണ്ടി എന്നോട് കൂടെ വരുന്നവനായ കർത്താവ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ കർത്താവിനെയാണ് നമ്മൾ അറിയേണ്ടത്, ആ കർത്താവിനെ അനുഭവിക്കേണ്ടത്. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അവിടെയാണ് നമ്മൾ തുടങ്ങിയത്. എഫെസ്യ ലേഖനത്തിലെ വാക്യമാണ്. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ഇഷ്ടം ഗ്രഹിക്കുക മാത്രമല്ല, ആ ഇഷ്ടം നിർവഹിക്കുന്നതിന് വേണ്ടി എൻ്റെ കൂടെ നടക്കുന്ന ഒരു കർത്താവ്. ഇത് കർത്താവ് എൻ്റെ കൂടെ നടക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചോദിച്ച് നോക്കി.
നമ്മൾ അറിയുന്നുണ്ടോ? അനുഭവിക്കുന്നുണ്ടോ? അതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്നാണ് മോശ പറയുന്നത്. 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് മോശ പറയുകയാണ്, അവനോട് ദൈവത്തോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. അവൻ ആദ്യം പ്രാർത്ഥിച്ചത് വഴി പറഞ്ഞു തരണേ എന്നാ. പക്ഷേ കർത്താവ് പറഞ്ഞു, വഴി പറഞ്ഞു തരിക മാത്രമല്ല മോനെ, ഞാനും നിൻ്റെ കൂടെ പോരാം. ആണോ? എന്നാൽ പിന്നെ കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ പോരണമേ. നീ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. പ്രിയമുള്ളവരെ, എൻ്റെ വാക്ക് കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, തിരുസാന്നിധ്യത്തിൽ നിന്ന് മാറി ഒരു നിമിഷം പോലും നിങ്ങൾ ജീവിക്കാൻ പാടില്ല. ആ തിരുസാന്നിധ്യം നമ്മുടെ കൂടെ പോരുന്നത് നമ്മൾ ഗ്രഹിക്കണം. ഓരോ നിമിഷങ്ങളിലും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയണം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവനോട് ചേർന്ന് നടക്കണം. അവൻ എന്നെ നടത്തും, അവൻ വഴി ഉപദേശിച്ച് തരും. മാത്രമല്ല, എന്നെ കൈപിടിച്ച് നടത്തും. സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിലുള്ള കാര്യം എന്നാണെന്നറിയാമോ? തെന്നലുള്ള സ്ഥലങ്ങളും വഴുവഴുപ്പുള്ള സ്ഥലമൊക്കെ വന്നാലും പേടിക്കണ്ട. അന്നേരം അവൻ എന്ത് ചെയ്യും? കയ്യെ കയറി പിടിച്ചോളും. ഞാൻ തകർന്നു പോകാതെ എൻ്റെ പ്രതിസന്ധിയുടെ സമയങ്ങളിൽ എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് വഴി അറിയാമെങ്കിൽ പോലും എനിക്ക് തനിയെ നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വഴി പറഞ്ഞു തരിക മാത്രമല്ല, എൻ്റെ കൂടെ നടന്ന് എൻ്റെ കൈ പിടിച്ച് നടത്തുന്ന കർത്താവിനെ ഞാൻ അറിയണം. പിന്നെ വേറൊരു കാര്യം, കർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ പോകത്തില്ല. പക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് വിട്ടേച്ച് പോകരുത്. നമ്മൾ പിടിച്ചോണം. അവൻ്റെ കൈ വിട്ടേച്ച് പോകരുത്. ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. ആ കർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കുന്നതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. 16-ാമത്തെ വാക്യത്തിൽ, എന്നോടും നിൻ്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവകൃപയുടെ തെളിവ്. എന്നിട്ട് പറയാണ്, അങ്ങനെ ഞാനും നിൻ്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. നമ്മൾ വ്യത്യസ്തരാണെന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്നറിയാമോ? യേശു എൻ്റെ കൂടെ നടക്കുന്നതാ. യേശു നിങ്ങളുടെ കൂടെ നടക്കുന്നതാ. അതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ഇവിടുത്തെ മറ്റാൾക്കാരിൽ നിന്ന് എന്താ വ്യത്യസ്തത? പുറമേ കണ്ടാലൊന്നുമില്ല. അവരും നമ്മളുമൊക്കെ ഒരുപോലൊക്കെ ഡ്രസ്സ് ചെയ്ത് നടക്കുന്നു. അവരും വണ്ടി ഉപയോഗിക്കുന്നു, നമ്മളും വണ്ടി ഉപയോഗിക്കുന്നു. അവരും ട്രെയിനിൽ കയറുന്നു, നമ്മളും ട്രെയിനിൽ കയറുന്നു. ഒക്കെ ശരിയാ. പക്ഷേ എന്താണ് നമ്മുടെ വ്യത്യസ്തതയുടെ അടയാളം എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, എൻ്റെ കൂടെ കർത്താവ് നടക്കുന്നു. ദൈവസാന്നിധ്യമാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അപ്പം ആദ്യം മോശ എന്നിട്ട് പറഞ്ഞു, നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ. കർത്താവ് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. അയ്യോ കർത്താവേ, അങ്ങനെയാണെങ്കിൽ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. 18-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ അവിടെ കർത്താവിനോട് മോശ പറയാണ്, നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. കർത്താവ് പറഞ്ഞു, എൻ്റെ തേജസ് അതേ അർത്ഥത്തിൽ മുഴുവനായിട്ട് നിനക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഞാൻ നിന്നെ, നമുക്കറിയാമല്ലോ, സ്റ്റോറി അറിയാവുന്നതുകൊണ്ട്, പാറയുടെ പിളർപ്പിൽ ഞാൻ നിന്നെ നിർത്തും. ഞാൻ കടന്നു പോകും, നീ എന്നെ കാണും, നിൻ്റെ തേജസ് കാണും. അപ്പോൾ വഴി, സാന്നിധ്യം, തേജസ്, പാറയുടെ പിളർപ്പാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ എൻ്റെ മഹിമയൊക്കെ, കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ മഹിമയൊക്കെ നിൻ്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിൻ്റെ മുമ്പാകെ ഘോഷിക്കും. എന്നാൽ 20-ാമത്തെ വാക്യത്തിൽ, നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് അവൻ കൽപ്പിച്ചു. അതുകൊണ്ട് നീ പാറമേൽ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ ഒരു പാറയുടെ പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും. പാറയുടെ പിളർപ്പിൽ ദൈവത്തിൻ്റെ തേജസ് അവൻ കാണുകയാണ്. അപ്പോൾ വഴി പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞു.
വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. തിരുസാന്നിധ്യം വേണമെന്ന് പറഞ്ഞു. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, നിൻ്റെ തേജസ് എന്നെ കാണിച്ചു തരണമേ. ദൈവത്തിൻ്റെ ആ ഉയരത്തിലെ തേജസ് അതേപോലെ കാണാൻ നമുക്ക് ഒരു പക്ഷേ കഴിഞ്ഞില്ലെന്നിരിക്കും. പക്ഷേ യേശു ഭൂമിയിലേക്ക് വന്നത് ആ പിതാവിൻ്റെ തേജസ് നമ്മളെ കാണിക്കാനാണ്. ശിഷ്യന്മാരെന്താ പറയുന്നത്? യോഹന്നാൻ പറയുന്ന കാര്യം, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു ഇല്ലേ? അപ്പോൾ തേജസ്സും നമുക്ക് കാണിച്ചു തരും. പക്ഷെ അത് പിളർന്ന പാറയുടെ മറവിലിരുന്ന് ആ ശാന്തതയിലാണ് നമ്മൾ കാണുന്നത്. ദൈവ തേജസ് കാണാൻ ഓടിപ്പിടിച്ച് ചെന്നാൽ പറ്റത്തില്ല, ശാന്തത വേണം. ഏലിയാവ് ദൈവത്തെ കാണുന്നത് നമുക്കറിയാമല്ലോ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, അത് മൊത്തമായിട്ട് ഞാൻ വായിക്കുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് തന്നെ അവനോട് പറയുന്ന ചില കാര്യങ്ങളാണ്. നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 14-ാമത്തെ വാക്യത്തിൽ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ യഹോവ അവനോട് അതിൻ്റെ മുകളിലുള്ള ഭാഗത്ത് അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. 11-ാമത്തെ വാക്യത്തിൽ നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്നവൻ കൽപ്പിച്ചു. അപ്പോൾ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിൽ യഹോവ ഉണ്ടായിരുന്നില്ല. ഭൂകമ്പത്തിന് ശേഷം ഒരു തീയിൽ യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. വലിയ കൊടുങ്കാറ്റിലും വലിയ തീയിലും ഒക്കെയാണ് യഹോവയുള്ളതെന്ന് നമ്മൾ ചിലപ്പോൾ ഭൂകമ്പത്തിലൊക്കെ യഹോവയുള്ളതെന്ന് ചിന്തിക്കും. പക്ഷേ ശരിക്കും യഹോവയെ മനസ്സിലാക്കണമെങ്കിൽ അവൻ്റേതൊരു മൃദുസ്വരമാണ്. ആ മൃദുസ്വരം ഏലിയാവിന് കേൾക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? അവൻ ബാക്കി ശബ്ദങ്ങൾക്കെല്ലാം അവൻ്റെ കാതടച്ചതുകൊണ്ടാണ്. വലിയ കാറ്റടിച്ചപ്പോൾ കാറ്റിൻ്റെ പുറകെ അവൻ പോയില്ല. ഭൂകമ്പം ഉണ്ടായപ്പോൾ അതിൻ്റെ പുറകെ പോയില്ല. തീ കണ്ടപ്പോൾ കർമ്മേലിൽ തീയിലാണല്ലോ അവൻ ഉത്തരവള്ളിയത്, തീയിലേക്ക് അവൻ നോക്കിയില്ല, ചാടിയില്ല. അവനവിടെ നിന്നു, ആ പാറയുടെ പിളർപ്പിൽ നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു മൃദുസ്വരം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ദൈവശബ്ദം കേൾക്കണമെങ്കിൽ അത് മൃദുസ്വരമാണ്. അത് മൃദുസ്വരമാണെങ്കിൽ മറ്റെല്ലാ ശബ്ദങ്ങൾക്കും നേരെ നമ്മൾ കാതടയ്ക്കണം. എന്നാലേ പലപ്പോഴും അവൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടാൻസാനിയയിൽ ഒത്തിരി മസായികളുണ്ട്. അവരുടെ ആട്ടിടയന്മാരാണ്. നമ്മുടെ ഈ വേദപുസ്തകത്തിലെ ആട്ടിടയന്മാരുടെ സ്റ്റോറി പറഞ്ഞതുപോലുള്ള നിലയിലാണ് അവരുടെ ആട്ടിടയന്മാർ ആടുകളെ വളർത്തുന്നത്. എല്ലാത്തിനും ഓരോ പേരിട്ടിട്ടുണ്ട്. ഈ പേരിട്ടിട്ട് ഇതിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഓടി വരും. പക്ഷേ പലപ്പോഴും ഇത് തീറ്റി തിന്നാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിയുമ്പോൾ, ഇപ്പം ഒരു ആടിൻ്റെ പേര് മേരി എന്നാണെന്ന് വയ്ക്കുക. മേരി എന്ന് ഇടയൻ വിളിച്ചാൽ പെട്ടെന്ന് ഈ ആടിൻ്റെ ചെവി രണ്ടും ഇങ്ങനെ അത് വല്ലതും തിന്നോണ്ടിരിക്കുക, ചെവി രണ്ടും ഇങ്ങനെ കൂർത്തു വരുന്നത് കാണാം. എന്നറിയാമോ? അത് മറ്റ് ശബ്ദത്തിനെല്ലാം കാതടയ്ക്കുകയാണ്. രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ മേരി എന്ന് വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു ഒറ്റ ഓട്ടമായത് നേരെ ഇടയൻ്റെ അടുത്ത് ചെന്ന് നിൽക്കും. പക്ഷേ ആ ശബ്ദം തിരിച്ചറിയാൻ അതിന് കഴിഞ്ഞത് അത് കാത് കൂർപ്പിച്ചത് കൊണ്ടാണ്. അതായത് മറ്റ് ശബ്ദങ്ങൾക്കെല്ലാം നേരെ അത് കാതടച്ചു. ഇതുപോലെ മറ്റ് ശബ്ദങ്ങളുടെ നേരെ കാതടയ്ക്കുമ്പോഴാണ് മൃദുസ്വരം നമ്മൾ കേൾക്കുന്നത്. എ സ്റ്റിൽ സ്മോൾ വോയിസ്. ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. അത്രേ പറ്റുള്ളൂ. കാര്യം കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് കർത്താവ് തന്നെ പറയണം. വേറെ പല കാര്യങ്ങൾക്ക് നേരെ കാത് തുറന്നു വെച്ചാൽ കർത്താവ് സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയില്ല. അവൻ്റെ ശബ്ദം കേൾക്കാനുള്ള വഴി അവൻ്റെ അടുത്ത് ചേർന്ന് ചെല്ലുക. അവൻ പറയുന്ന ശബ്ദം എത്ര ചെറിയ ശബ്ദമാണെങ്കിലും അത് കേൾക്കാനായിട്ട് നമ്മൾ അവനോട് ചേർന്നിരിക്കുന്ന അവസ്ഥ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാകണം. ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ
ബാക്കിയുള്ള എല്ലാ ശബ്ദങ്ങൾക്കും നേരെയും നമ്മൾ കാതടയ്ക്കണം. അപ്പോൾ നമുക്ക് ദൈവ ഇഷ്ടം, അവൻ്റെ ശബ്ദം കേട്ടാണ് അവൻ്റെ ഇഷ്ടം അറിയുന്നത്. അവൻ്റെ ഇഷ്ടം അറിഞ്ഞാൽ അവൻ്റെ ഇഷ്ടം, ഇപ്പം എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ച വേദഭാഗമാണല്ലോ നമ്മുടെ തുടക്കം. അത് ഞാൻ 1-ാം അധ്യായത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അത് നമുക്കറിയാമല്ലോ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. കർത്താവിൻ്റെ ഇഷ്ടം അത് നമ്മൾ ഗ്രഹിക്കണം, നമ്മൾ അറിയണം, അത് ചെയ്യണം. ചെയ്യുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഇഷ്ടം എന്തെന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണം. ഗ്രഹിക്കണമെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. അടുത്ത് ചെന്ന് നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. ചിലപ്പോൾ നമ്മൾ പറയും, അത് ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റിയില്ല, വേറെ പല ശബ്ദവും കേട്ടെ. വേറെ പല ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം വണ്ടിയിൽ ഓണടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നതിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഇഷ്ടം അറിയാൻ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നമ്മൾ ദൈവശബ്ദം കേൾക്കുക. എന്നാൽ സിമ്പിളായിട്ട് ദൈവ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മോശയോട് ദൈവം സംസാരിച്ചു, നമ്മളോടും ദൈവം സംസാരിക്കും. അതിന് വ്യത്യാസമൊന്നുമില്ല, നമ്മളത് കേൾക്കണം. പക്ഷേ എപ്പോഴും നമുക്ക് മോശയുടെ കാര്യം പറഞ്ഞതുപോലെ പോയിരുന്ന് ദൈവം ഇങ്ങനെ നമ്മുടെ മാനുഷിക ശബ്ദം പോലുള്ള ശബ്ദം, മകനേ 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 എന്നൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുമെന്ന് ചിന്തിക്കേണ്ട. അതിൻ്റെ ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് ദൈവ ഇഷ്ടം അറിയാൻ ദൈവ ഇഷ്ടം കുറിച്ചു വച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ തിരുവചനം. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നമ്മൾ അറിയണം. അതിനകത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജിന് ടൈറ്റിൽ കൊടുത്തത് കർത്താവിൻ്റെ ഇഷ്ടവും കർത്താവിൻ്റെ വചനവും എന്ന്. കർത്താവിൻ്റെ ഇഷ്ടവും കർത്താവിൻ്റെ വചനവും. കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ അറിയണം. അതറിയാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരികയാണ്. വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുക. സങ്കീർത്തനങ്ങളിൽ നിന്ന് തന്നെ ഒരു വാക്യം വായിക്കാം. 40-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. നോക്ക്, ആകാശത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ആകാശത്തുനിന്ന് ശബ്ദമൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവ ഇഷ്ടം അറിയാനായിട്ട് കഴിയും. സ്പെസിഫിക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ചിലപ്പോൾ ദൈവം സംസാരിച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷേ നോർമലി നമ്മളെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്താണെന്ന് അറിയുന്നത് ഇറ്റ് ഈസ് ത്രൂ ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. അവിടെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അതായത് വേദപുസ്തകം വായിക്കുമ്പോൾ ആദ്യം സങ്കീർത്തനക്കാരൻ വായിച്ചപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. എന്നാൽ പുറമേ ഉള്ള ചില കാര്യങ്ങൾ, റിലീജിയസ് ഒബ്സർവൻസസ് ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിച്ചു ഇതൊക്കെ ആയിരിക്കും ദൈവ ഇഷ്ടമെന്ന്. ഹനനയാഗം, ഹോമയാഗം, ഭോജനയാഗം, ഹോമയാഗം, പാപയാഗം. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ഹോമയാഗം കഴിക്കണം, ഹനനയാഗം കഴിക്കണം. പഴയ നിയമത്തിൽ പലപ്പോഴും അത്രയൊക്കെ ആൾക്കാർ ചിന്തിച്ചുള്ളൂ. ഹോമയാഗം കഴിക്കണം, പാപയാഗം കഴിക്കണം, അല്ലെങ്കിൽ ഭോജനയാഗം കഴിക്കണം, ഹനനയാഗം കഴിക്കണം. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന നിലയിൽ ആദ്യം വായിച്ചപ്പോൾ, പുസ്തകം വായിച്ചപ്പം ഈ സങ്കീർത്തനക്കാരൻ്റെയും മനസ്സിൽ ആദ്യം വന്നത് ഇതൊക്കെയാണ്. എന്നാൽ സങ്കീർത്തനക്കാരനോട് ദൈവം പറഞ്ഞു, എടാ ഇതൊന്നുമല്ല എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നെക്കുറിച്ചുള്ള ഇഷ്ടം. യാഗമൊന്നും അല്ലേ? യാഗമൊക്കെ ആണെന്നാണ്
ഞാൻ ചിന്തിച്ചത്. പക്ഷേ കർത്താവ് പറയുകയാണ് 7-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു. അതായത് ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. ഈ വാക്യങ്ങൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നു വരുമ്പോൾ ചില വാക്യങ്ങൾ മുകളിലും താഴെയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും ഈ വാക്യം ഇങ്ങനെയാണ്: ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. ഇത് പറഞ്ഞിട്ടാണ് നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. മനസ്സിലായോ എൻ്റെ ഡിഫറൻസ്? മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയല്ല, കുറച്ചുകൂടെ ഡിഫറൻ്റാണ്. അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ഹനനയാഗവും ഭോജനയാഗവും ഹോമയാഗവും പാപയാഗവും ഒക്കെയാണ് എഴുതിയിരിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ നീ എൻ്റെ ചെവി ഒന്ന് തുളച്ചു. വചനം വായിച്ചപ്പോൾ നീ എൻ്റെ ചെവി തുളച്ചു. യു പിയേഴ്സ്ഡ് മൈ ഇയേഴ്സ്. എൻ്റെ ചെവികളെ നീ തുളച്ചു. ചെവികളെ തുളച്ചു കഴിഞ്ഞപ്പോൾ വചനം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ, ആദ്യം വായിച്ചപ്പോൾ കണ്ടത് ഹനനയാഗവും ഭോജനയാഗവും പാപയാഗവും ഹോമയാഗവും ഒക്കെയാണ്. അതൊക്കെ അരച്ച് കലക്കി കുടിച്ച വ്യക്തികളാണ്. അതൊക്കെ ഇങ്ങനെയുള്ള റിലീജിയസ് ഒബ്സർവൻസസ്. ഇന്നിപ്പം വചനജ്ഞാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള യാഗങ്ങളെക്കുറിച്ച്, യുദ്ധങ്ങളെക്കുറിച്ച്, കാലങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ അരച്ച് കലക്കി, കമ്പ്യൂട്ടറിനകത്ത് എത്ര 6 ഉണ്ട്, അതുകൊണ്ട് അത് 666, ഇതൊക്കെ പറയുന്നതാ വചനമെന്നാണ് നമ്മുടെ ചിന്ത. അതൊക്കെ പഠിക്കുന്നു, അയ്യോ എന്തൊരു ജ്ഞാനമായെന്നൊക്കെ പറയും. പക്ഷെ എന്നെ പ്രശ്നം എന്നറിയാമോ? ചെവി തുളഞ്ഞിട്ടില്ല. ചെവി തുളയുമ്പോൾ ഇത് ഉള്ളിലേക്ക് കടക്കുകയാണ്. യു പിയേഴ്സ് മൈ ഇയേഴ്സ്. ചെവി തുളച്ച് ഇത് അകത്ത് കടന്നപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ വചനം നമ്മൾ പറയുന്നത് പോലെയുള്ള യാഗങ്ങളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ വായിച്ച് പഠിച്ചേച്ച് വീട്ടിൽ പോയാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാനായിട്ട് കഴിയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണമെങ്കിൽ ഇത് ചെവികളെ തുളച്ച് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറണം. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എപ്പോഴാ? ഇതകത്ത് ചെന്നപ്പോഴാ എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പുസ്തകം വായിക്കണം, യാഗങ്ങളെക്കുറിച്ച് വായിക്കണം, ഞാനും വായിക്കും, ലേവ്യ പുസ്തകമൊക്കെ വായിക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വായന റിലീജിയസ് ഒബ്സർവൻസസ്, മതപരമായ ചടങ്ങുകളിൽ കുരുങ്ങിപ്പോകരുത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. ഒറ്റ വായനയിൽ നമ്മൾ വായിക്കുമ്പോൾ പുറമേയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കത്തുള്ളൂ. സ്വാഭാവികമാണ്. കഥകളായിട്ടൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഥകളുണ്ട്, പക്ഷേ ആ കഥകൾ ഉള്ളിലേക്ക് കയറുമ്പോൾ പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറയും. ഒറ്റ വായനയിൽ ഇത് ദാവീദിൻ്റെയും ശിംശോൻ്റെയും മോശയുടെയും ഒക്കെ കഥകളാണ് നമ്മൾ വായിക്കുന്നത്. അതൊക്കെ വായിക്കണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതിൽ എന്നെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് അതറിയണമെങ്കിൽ ഈ പെരിഫറലായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് കയറണം. ചെവികളെ തുളയ്ക്കണം. വേറെ രീതിയിൽ പറഞ്ഞാൽ ഹൃദയം തുറക്കപ്പെടണം. ഹൃദയം തുറക്കപ്പെട്ട് കഴിയുമ്പോൾ, അയ്യോ പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇതെന്നെക്കുറിച്ചാണ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പോഴാണ് ദൈവ ഇഷ്ടം വചനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടം. കഥകൾക്കപ്പുറത്ത്, കഥകൾ വേണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനൊരിക്കലും കോട്ടയത്ത് നെഹമയാവിനെക്കുറിച്ച് യഥാസ്ഥാപനം എന്ന് പറയുന്ന CD അവിടെ എടുത്തതാണ്. ഇപ്പോഴല്ല, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. നെഹമയാവിനെക്കുറിച്ച് ഒരാഴ്ച 4 ദിവസമോ 5 ദിവസമോ മറ്റോ ക്ലാസ് എടുത്തു. 5 ഡേയ്സോ മറ്റോ ആയിരുന്നു. അപ്പോൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പം അതിന് ക്ലാസ് അവിടെ ഉണ്ടെന്ന് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞപ്പം അവനോട് ചോദിച്ചു, എന്തോ പ്രസംഗിക്കുന്നേ? ഞാൻ പറഞ്ഞു നെഹമയാവിനെക്കുറിച്ച്. അപ്പോൾ അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ക്ലാസ് അറ്റൻഡ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചൂടാകുക. ഇങ്ങനെ പറഞ്ഞു, എന്തുവാ നെഹമയാവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നെന്ന്. ഞാൻ പറഞ്ഞു, അല്ലയോ? ആണോ?
നെഹമ്യാവിനെ കുറിച്ച് കേൾക്കാനാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴല്ല ഞാൻ മനസ്സിലാക്കിയത് അത് എന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന്. ഈ പ്രസംഗം നെഹമ്യാവിനെ കുറിച്ചല്ല, പക്ഷേ ഞാൻ പറഞ്ഞതെല്ലാം നെഹമ്യാവിനെ കുറിച്ചാണ്. പക്ഷേ ദൈവാത്മാവ് ഇടപെട്ടപ്പോൾ അവന് മനസ്സിലായി ഇത് നെഹമ്യാവിനെ കുറിച്ച് മാത്രമല്ല, അതതിൻ്റെ കഥയാണ്, പക്ഷേ ഇത് എന്നെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തിരുവചനത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ വായിച്ചു. പക്ഷേ പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വളരുമ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടമെന്താണ്, ഹിതമെന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് ദൈവഹിതം ഞാൻ അറിയുന്നത്. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ച് ആണ് എന്നറിയണമെങ്കിൽ തലയിലിരിക്കുന്ന വചനം ഉള്ളിലേക്കൊന്ന് കയറണം, ഹൃദയത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ ദൈവാത്മാവ് ദൈവവചനത്തിലൂടെ എൻ്റെ ആത്മാവിനോട് സംസാരിക്കും. ദൈവവചനം വായിക്കുമ്പോൾ പറയും ഇറ്റ്സ് അബൌട്ട് യു, നിന്നെക്കുറിച്ചാണ് എന്ന് പറയുന്നതായ ഒരവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മൾ ആ നിലയിൽ വചനം വായിക്കുന്നുണ്ടോ? എന്നെക്കുറിച്ചാണ് എന്നുള്ള അവസ്ഥ. ഞാൻ ആഫ്രിക്കയിലൊക്കെ വചനം വായിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വചന വായനയ്ക്ക് പല ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു റീഡ് ദ ബൈബിൾ. വചനം വായിക്കണം. അത് നോർമൽ വായനയാണ്, അതെല്ലാവരും വായിക്കണം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കണം. ഇതിനകത്തൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. റീഡ് ദ ബൈബിൾ. പക്ഷേ ആദ്യത്തെ വായനയിൽ ഇത് നമ്മുടെ തലയിലേക്കാണ് കയറുന്നത്. വെൻ യു റീഡ് ദ ബൈബിൾ ഇറ്റ് കംസ് ടു യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ബുദ്ധിയിലേക്ക് അത് കയറുന്നു. അത് വേണം, അതതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിലെ കഥകളൊക്കെ നമ്മൾ വായിക്കണം. അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ വായിക്കണം. ആദ്യത്തെ ഒരു ദിവസം വായിക്കുമ്പോൾ ചിലപ്പോൾ ഇത് തലയിലോട്ടായിരിക്കും കയറുന്നത്. പക്ഷേ അവിടെ നിൽക്കരുത്. റീഡിങ് ദ ബൈബിൾ. അടുത്തത് മെഡിറ്റേറ്റിംഗ് ദ സ്ക്രിപ്ചർ. വചനം വായിച്ചാൽ മാത്രം പോരാ, വചനം ധ്യാനിക്കണം. എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, വചനം ധ്യാനിക്കുമ്പോൾ അത് തലയിലേക്കല്ല കയറുന്നത്, അത് ഹൃദയത്തിലേക്കാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് കയറുകയാണ്. മറ്റേത് ബുദ്ധിയിലാണ്, ഹൃദയത്തിലേക്ക്. വചനം ധ്യാനിക്കുക, അത് നടക്കുന്നത് വചനം വായിക്കുന്ന, അല്ലെങ്കിൽ വേദോസം വായിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. പക്ഷേ ദൈവാത്മാവിന് നമ്മളെ തന്നെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിച്ചു വചനം വായിക്കുന്നതാണ്. അതിനാണ് മെഡിറ്റേഷൻ. പ്രാർത്ഥിച്ചുകൊണ്ട്, വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചേച്ച് വചനം വായിക്കുകയല്ല, വചനം വായിച്ച് ധ്യാനിക്കുക. മെഡിറ്റേഷൻ. പ്രാർത്ഥനയോട് ദൈവമേ എന്താ നീ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ച്, അപ്പോൾ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. അതാണ് ധ്യാനം. വചന വായന എന്ന് പറയുന്നത് തലയിലേക്കാണ് കയറുന്നതെങ്കിൽ വചനധ്യാനം തലയിൽ കയറും. പക്ഷെ തലയിലേക്കല്ല, പ്രത്യുത നമ്മുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക്, നമ്മുടെ ബുദ്ധിക്കപ്പുറത്തേക്ക്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ചാണ് എന്ന് നമുക്കറിയാൻ കഴിയുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വായിക്കണം, വായിച്ചാൽ മാത്രം പോരാ, ധ്യാനിക്കണം. അങ്ങനെയൊരു ധ്യാനം നമുക്ക് ആവശ്യമാണ്. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, വേദോസം വായിക്കുന്നത് തന്നെ, വേദോസം വായിക്കാതെ കിടന്നാൽ വല്ല ദുസ്വപ്നം എല്ലാം കണ്ടാലോ എന്നുള്ള പേടിക്കുക പലപ്പോഴും പലരും വായിക്കുന്നത്. വേദോസം വായിച്ചു കിടക്കണം, ഇല്ലേ വല്ല സ്വപ്നവും കാണുമെന്ന് പറയും പിള്ളേരോടൊക്കെ നമ്മൾ. അല്ല, ധ്യാനിക്കാൻ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. ഒരുമിച്ചിരുന്ന് വായിക്കണം, ഒരുമിച്ചിരുന്ന് ധ്യാനിക്കണം. എന്താണ് ദൈവം ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ദൈവത്തോട് സംസാരിക്കണം. ദൈവം സംസാരിക്കും. അപ്പോഴാണ് ശരിക്കും ആ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുന്നത്. അങ്ങനെയാണ് ഇത് എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ന് അറിയുന്നത്. ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഈ വചനം കാണാതെ പഠിക്കുന്നതും വളരെ നല്ലതാണ്, അത്യാവശ്യമാണ്. മെമ്മറൈസ് ദ സ്ക്രിപ്ചർ. മെമ്മറൈസ് ദ സ്ക്രിപ്ചർ. So read the scripture, meditate the scripture, memorize the scripture. ഇതിൻ്റെ വേദോസം മുഴുവൻ കാണാൻ പഠിക്കണമെന്നല്ല, കാണാൻ പഠിച്ചാൽ നല്ലതാണ്. നന്നായിട്ട് വചനമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് മെമ്മറൈസ് ചെയ്യിക്കണം.
നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങളൊക്കെ കാണാതെ പറയട്ടെ, ഒക്കെ പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ സഭായോഗത്തിന് വരുമ്പോൾ വാക്യമൊക്കെ പറയാൻ അവരെ പഠിപ്പിച്ചു വിടണം. അതിനുവേണ്ടി കുറച്ച് സമയം എടുക്കണം. നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും മാത്രം പഠിപ്പിച്ചാൽ പോരാ, വചനം പഠിപ്പിക്കാനായിട്ട് വചനം മെമ്മറൈസ് ചെയ്യിക്കണം. അത് ചെറിയ പ്രായത്തിലും ഇനി ഇച്ചിരി പ്രായമായാലും അത് മെമ്മറൈസ് ചെയ്ത് പഠിക്കണം. മെമ്മറൈസ് ചെയ്തുള്ള ഗുണം എന്നറിയാമോ? കയ്യിൽ ഈ പുസ്തകം ഇല്ലാത്തപ്പോൾ പോലും ചിലപ്പോൾ ഈ പുസ്തകം നമുക്ക് തുറക്കാൻ പറ്റുകയില്ല. ഒരു ജീവിത സന്ദർഭം വരുമ്പോൾ പെട്ടെന്ന് വചനം നമ്മളോട് ഇടപെടണമെങ്കിൽ അത് കയ്യിലിരിക്കണം. കയ്യിൽ വചനം വേണം, വായിക്കണം, അത് തലയിലിരിക്കണം. പക്ഷേ അത് ഹൃദയത്തിൻ്റെ ആഴത്തിലിരിക്കണം, മനസ്സിലിരിക്കണം. അപ്പോൾ നമ്മൾ ചെന്ന് ചേരുന്ന ഏത് സാഹചര്യത്തിലും ദൈവാത്മാവ് നമ്മളോട് ഇടപെടും. അങ്ങനെ പെട്ടെന്ന് വേദവസം ഇപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, യേശുവിൻ്റെ പ്രലോഭനങ്ങളുടെ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രലോഭനങ്ങളുടെ സമയത്ത് യേശു പ്രലോഭനങ്ങളെ അതിജീവിച്ചത് മുഴുവൻ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടാണ്, അല്ലേ? ആ ദൈവവചനം ഉദ്ധരിക്കാൻ അന്നേരം യേശുവിൻ്റെ കയ്യിൽ അന്ന് ചുരുളുകളാണല്ലോ. ബൈബിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇന്നത്തെ പോലെ കൊണ്ടു നടക്കാൻ പറ്റുന്നതല്ല, വലിയ ചുരുളുകളാണ്. ഈ ചുരുളുകളും കൊണ്ടൊന്നുമല്ല അദ്ദേഹം മരുഭൂമിയിലേക്ക് പോയതെന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ ഒരു യഹൂദ കുട്ടിയായി വളർന്ന യേശുവിന് വേദപുസ്തകം അവൻ മെമ്മറൈസ് ചെയ്തു, വചനം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് സാത്താൻ ഓരോ കാര്യം പറയുമ്പോഴും അങ്ങനെയല്ല, ഇങ്ങനെയും എഴുതിയിരിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു, അല്ലേ? വചനം കൊണ്ട് അങ്ങനെ തന്നെയല്ല, ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, നിൻ്റെ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും എഴുതിയിട്ടുണ്ട്. വചനമാണ് പറയുന്നത് മുഴുവൻ. അങ്ങനെ പറയണമെങ്കിൽ വചനം നമ്മൾ മെമ്മറൈസ് ചെയ്യണം. യു നീഡ് ടു റീഡ് ദ സ്ക്രിപ്ചർ, യു നീഡ് ടു മെഡിറ്റേറ്റ് ദ സ്ക്രിപ്ചർ. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ നമ്മളോട് ഇത് എന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന് അത് മെമ്മറൈസ് ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ദൈവാത്മാവ് അന്നേരം തന്നെ പറയും. അന്നേരം വചനം എടുത്ത് വായിക്കുന്നതിന് മുമ്പേ തന്നെ പറയും, കുഞ്ഞേ നീ വായിച്ചിട്ടില്ലേ, ഇങ്ങനെ പറയരുതെന്ന് നീ വായിച്ചിട്ടില്ലേ, നിൻ്റെ സഹോദരനോട് വഴക്കുണ്ടാക്കരുതെന്ന് നീ വായിച്ചിട്ടില്ലേ. ഇതൊക്കെ പോയി അന്നേരം വായിക്കുന്നതല്ല, മെമ്മറൈസ് ചെയ്താലുള്ള ഗുണമാണ്. ഇത് തന്നെയല്ല, ലവ് ദ ബൈബിൾ. ഈ ബൈബിളിനോട് വാക്യങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹം വേണം. ഈ വേദപുസ്തകം എഴുതിയിരിക്കുന്ന വേദപുസ്തകത്തെ സ്നേഹിക്കുക മാത്രമല്ല, വചനത്തോട് വലിയൊരു എ കൈൻഡ് ഓഫ് ലവ് ഓൾ ദ ടൈം. എപ്പോഴും ലവ് ദ ബൈബിൾ. ആൻഡ് ഇഫ് യു ലവ് ദ ബൈബിൾ യു വിൽ ഒബേ ദ ബൈബിൾ. നിങ്ങൾ വചനത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വചനത്തെ അനുസരിക്കും. സോ റീഡ് ദ ബൈബിൾ, മെഡിറ്റേറ്റ് ദ സ്ക്രിപ്ചർ, memorize the scripture, love the Bible and obey the Bible. ഒബേ ചെയ്താലുള്ള ഗുണം എന്നറിയാമോ? യു ക്യാൻ പ്രീച്ച് ദ ബൈബിൾ. അനുസരിച്ചാൽ പ്രസംഗിക്കാൻ പറ്റും, അനുസരിക്കാതെ പ്രസംഗിക്കാൻ പോയാൽ വലിയ അപകടമാണ്. അതുകൊണ്ട് ഈ രീതിയിൽ ദൈവവചനം, ഞാൻ പറഞ്ഞല്ലോ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കുവാനുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അങ്ങനെ കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞാലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കർത്താവിൻ്റെ ഇഷ്ടം അറിയുവാൻ ഒരു പക്ഷേ ദൈവം അസാമാന്യമായ നിലയിലൊക്കെ ചിലപ്പോൾ ഇടപെട്ടെന്നിരിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. ദമസ്കോസിലേക്ക് പോയ പടിവാതിൽക്കൽ വെച്ച് പൗലോസിനോട് കർത്താവ് സംസാരിക്കുകയൊക്കെ ചെയ്തു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പത്രോസിനോട് ദൈവം സംസാരിച്ചു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇന്ന് സ്വാഭാവികമായി ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അവൻ്റെ വചനത്തിലൂടെയാണ്. അവൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് പുസ്തക ചുരുൾ, ഹനനയാഗവും ഹോമയാഗവും ഭോജനയാഗവും പാപയാഗവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റേജ്, അതെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ബുദ്ധിയില്ല. പക്ഷേ നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. അതെൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. നെഹമ്യാവിനെക്കുറിച്ച് മാത്രമല്ല, നെഹമ്യാവ് അതിൻ്റെ സ്റ്റോറിയാണ്. പക്ഷേ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് എന്നെക്കുറിച്ചാണ് എന്നുള്ള തിരിച്ചറിവ്. അങ്ങനെ എന്നെക്കുറിച്ചാണ് തിരിച്ചറിവുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ഗ്രഹിക്കുകയാണ്. പുസ്തകച്ചുള്ളിൽ എന്താ എഴുതിയിരിക്കുന്നത്?
40 സങ്കീർത്തനത്തിൽ 7-ാം വാക്യത്തിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഈ പുസ്തകച്ചുരുളിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടമാണ്. ദൈവേഷ്ടം അറിയാൻ ശബ്ദമൊക്കെ കേട്ടോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അങ്ങോട്ടൊന്നും പോകണ്ട. അതിന് മുമ്പേ തന്നെ നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? വചനം തന്നിട്ടുണ്ട്. ആ വചനം, അതിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിൻ്റെ ഇഷ്ടം. അപ്പോൾ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടമാണ്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടം. ഈ ഒരു തിരിച്ചറിവുണ്ടായിട്ട് ഈ വചനം വായിച്ചാൽ എന്തൊരു വ്യത്യാസമായിരിക്കും. ഞാൻ പറയട്ടെ, ദൈവേഷ്ടം അറിയാനുള്ള ഏറ്റവും സിമ്പിളസ്റ്റ് വേ എന്ന് പറയുന്നത് വചനമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടം അറിയാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഈ വചനം ധ്യാനിക്കുക എന്നതാണ്. ധ്യാനിക്കുമ്പോഴാണ് ഉള്ളിലേക്ക് കയറുന്നത്. വചനം വായിക്കണം, പക്ഷേ ദൈവേഷ്ടം അറിയാനുള്ള സിമ്പിൾ വേ എന്ന് പറയുന്നത് റീഡ് ദ ബൈബിൾ വിത്ത് prayer and meditate the Bible and you will know what God wants you to do. ദൈവം എന്ത് നിങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവേഷ്ടം അറിയാനുള്ള സിമ്പിൾ മാർഗം വചനത്തെ ഉള്ളിൽ കയറ്റുകയാണ്. അങ്ങനെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം കയറി കഴിഞ്ഞപ്പോൾ എന്താ അവിടെ നമ്മൾ കാണുന്നത്? അവിടെ 7-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിലുള്ള എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. എൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇന്നെൻ്റെ എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ വചനം ഒന്ന് കയറട്ടെ. ബുദ്ധിയിലേക്കല്ല, ഉള്ളിലേക്ക്. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. അങ്ങനെ ഉള്ളിൽ കയറിയത് കൊണ്ടാണ് നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഇതൊരു ബേർഡൻ അല്ല, പിന്നെ ഇതൊരു ഭാരമല്ല. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം റിലേഷൻ ഇല്ലാത്തത് കൊണ്ട്, ശരിയായ നിലയിലുള്ള ബന്ധം, എൻ്റെ പ്രാണനാഥനായിട്ട്, എൻ്റെ പ്രാണപ്രിയനായിട്ട്, എൻ്റെ പിതാവായിട്ട് ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ, വെറും കൽപ്പനകൾ തരുന്ന ഒരു യജമാനൻ എന്ന നിലയിലാണെങ്കിൽ ചിലപ്പോൾ ആ കൽപ്പനകൾ അനുസരിക്കാൻ ഞാൻ അനുസരിക്കുമായിരിക്കും. പക്ഷേ പ്രിയപ്പെടുന്നത് എപ്പോഴാണ്? ആ റിലേഷൻ വർദ്ധിക്കുമ്പോഴാണ് പ്രിയപ്പെടുന്നത്. ഇത് പ്രിയമുള്ളവരെ, നമ്മുടെ റിലേഷൻ ഒന്നുകൂടെ വർദ്ധിക്കട്ടെ. ഇന്നലെ ഉള്ളതിനേക്കാൾ കുറേ കൂടെ അടുത്ത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്ന ഒരവസ്ഥ. ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇഷ്ടം ചെയ്യുന്ന ഒരു ബേർഡൻ അല്ല. പലപ്പോഴും ആളുകൾക്ക് റിലേഷൻ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻ അത്ര ശക്തമല്ലാത്തത് കൊണ്ട്, യേശുവിനെ പിതാവായി കാണാതെ, ഭർത്താവായി കാണാതെ ഒക്കെ ഇരിക്കുന്നത് കൊണ്ട്, യജമാനൻ എന്ന നിലയിൽ മാത്രം ഇരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സൃഷ്ടാവ് എന്ന നിലയിൽ മാത്രം കാണുന്നത് കൊണ്ട് സംഭവിക്കുന്നത്, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്ന ഒരു സ്റ്റേജ് പലപ്പോഴും ഇല്ല. ചിലവർ പറയും, ഇങ്ങനെയൊക്കെയാ പറയുന്നത്, ദൈവം പറയുന്നത്, ചെയ്യാതിരിക്കാൻ പറ്റുമോ, ഇല്ലേ വല്ല നരകത്തിലെ വല്ലതും തള്ളിയിട്ടാലോ എന്നുള്ള ഒരു പേടി. നരകത്തെ പേടിച്ച് ദൈവത്തെ അനുസരിക്കുന്നവരുണ്ട്, സ്വർഗം മോഹിച്ച് ദൈവത്തെ അനുസരിക്കുന്നവരുമുണ്ട്. നരകവും സ്വർഗവും ഒന്നുമല്ല നമ്മുടെ മനസ്സിൽ വരുന്നത്. നമ്മുടെ പ്രാണപ്രിയൻ, ആ ബോധ്യം. ഞാനങ്ങ് പ്രിയപ്പെടുകയാണ്, ഈ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുകയാണ്, വേറെ ഒന്നുമില്ല. ഞാൻ പലയിടത്തും ഉദ്ധരിച്ചിട്ടുള്ള ഒരു സൂഫി പോയമുണ്ട്, പഴയ ഒരു പോയമാണ്. ഞാൻ തിയോളജി പഠിച്ചപ്പം വായിച്ചൊരു പുസ്തകത്തിൽ നിന്നാണ്. അതിനകത്ത് ഒരു വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ എന്താണ് നിന്നെ പിൻപറ്റുന്നത്? വൈ ഐ ആം ആഫ്റ്റർ യു? ഞാൻ നിൻ്റെ പിന്നാലെ വരുന്നത് എന്തുകൊണ്ടാണ്? സൂഫി പോയറ്റ് ചോദിക്കുക, കവി ചോദിക്കുക. നരകത്തെ പേടിച്ചാണ് ഞാൻ നിന്നെ അനുഗമിക്കുന്നതെങ്കിൽ എന്നെ ആ നരകത്തിൽ നീ തള്ളിയിട്ടോളൂ. അദ്ദേഹത്തിൻ്റെ കവിതയാണ് പറയുന്നത്.
നരകത്തെ പേടിച്ചാണ് നിന്നെ അനുഗമിക്കുന്നതെങ്കിൽ എന്നെ നീ നരകത്തിൽ തള്ളിയിട്ടുള്ളൂ. ഞാൻ വായിച്ച ഒരു കവിതയാണ്. സ്വർഗം മോഹിച്ചാണ് ഞാൻ നിന്നെ അനുഗമിക്കുന്നതെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിൽ എൻ്റെ നേരെ കൊട്ടി അടച്ചുകൊള്ളൂ. എന്നിട്ട് പറയാണ്, അല്ല ദൈവമേ, നിന്നെ മോഹിച്ച്, നിന്നെ മാത്രം മോഹിച്ചാണ് ഞാൻ നിൻ്റെ പിന്നാലെ വരുന്നതെങ്കിൽ എന്നെ നിൻ്റെ മാറോട് ചേർത്തണയ്ക്കണമേ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. കർത്താവിനെ അനുസരിക്കാത്തവർക്ക് നരകമുണ്ട്, കർത്താവിനെ അനുഗമിക്കാത്തവർക്ക് സ്വർഗമില്ല. ഇതെല്ലാം സത്യമാണ്. പക്ഷേ ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അവനെ പ്രിയപ്പെടുന്നത് കൊണ്ടാണ്. അവൻ എൻ്റെ പ്രാണപ്രിയനാണ്. അങ്ങനെയുള്ള ആ ഒരു ബന്ധം, അതാണ് നമ്മൾ, ആ സ്നേഹത്തിൽ നിന്നായിരിക്കണം നമ്മൾ അനുസരിക്കേണ്ടത്. ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു. ആ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് വേറെ ഒന്നും ഒരു മോഹവുമില്ല. സ്വർഗത്തിൽ പോകുമെന്ന് എനിക്കറിയാം. ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, എങ്ങനെങ്കിലും സ്വർഗത്തിൽ പോകണമല്ലോ എന്ന് വെച്ചല്ല ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത്. എനിക്ക് എൻ്റെ യേശുവിനെ ഇവിടെ തന്നെ അങ്ങ് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങോട്ട് അങ്ങ് സ്നേഹം കൊണ്ട് അങ്ങോട്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് ഞാൻ യേശുവിനെ അനുസരിക്കുന്നത്. അതൊന്നും ആലോചിച്ചൊന്നുമല്ല. കാര്യം യേശുവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന എന്തും ഞാൻ എൻ്റെ സ്നേഹത്തിൽ നിന്നാണ് ചെയ്യുന്നത്, സ്നേഹത്തിൽ നിന്ന്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, കർത്താവേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇനി അനുസരണം ഒരു ബേർഡനല്ല, അനുസരണം നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ്. അത് നമ്മൾ പ്രിയപ്പെടുന്നതായ ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. അതിൻ്റെ അർത്ഥം അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നല്ല. ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇഷ്ടം ചെയ്യുന്നവൻ സ്വർഗത്തിൽ പോവുകയും ചെയ്യും. ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത്. മത്തായി സുവിശേഷം 7-21 വാക്യം നമ്മൾ വായിച്ചല്ലോ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനും അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അതേ ഉള്ളൂ സ്വർഗത്തിൽ പോകാൻ, അതേ ഉള്ളൂ മാർഗം. കർത്താവേ 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 എന്ന് പറയുന്നത് മാത്രമല്ല. അങ്ങനെ പറയുന്നത് തെറ്റുണ്ടോ എന്നുള്ളതല്ല. പാട്ട് പാടുന്നവനല്ല, പാട്ട് പാടുന്നത് കൊണ്ട് ആരും സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാട്ട് പാടുന്നവന്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ആരാധിക്കുന്നവൻ സ്വർഗത്തിൽ പോകുന്നു, അങ്ങനെയൊന്നുമില്ല. ആരാധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ആരാധന. ഇവിടെ ആരാധന എന്ന് പറയുന്നത്, പാട്ട് പാടുന്നത്, പാട്ടിനാണ് നമ്മളിപ്പോൾ ആരാധന എന്ന് പറയുന്നത്. ആരാധന ലീഡ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് പാട്ട് പാടുന്നത്. പാട്ട് എനിക്കിഷ്ടമാണ് പാട്ട് പാടണം, അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കുറേ പാട്ട് പാടിയത് കൊണ്ടോ പാട്ട് പാടി ആരാധിപ്പിച്ചത് കൊണ്ടോ ഒരാൾ സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. ആരേ പോകത്തുള്ളൂ? കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ പോകൂ. ആ ഇഷ്ടം ചെയ്യുന്നത് ഇപ്പോഴേ ഒന്ന് സന്തോഷിച്ചൊന്ന് ചെയ്യാൻ. അതായത് സ്വർഗത്തിൽ പോകണമല്ലോ, എനിക്കിതൊന്നും അല്ലാരെന്ന് ചെയ്യേണ്ടത്. എന്തോ ജീവിതമാണ് അതൊരു വല്ലാത്ത ജീവിതമല്ലേ. ഞാൻ ഈ ലോകത്തിൽ തന്നെ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നത് എൻജോയ് ചെയ്യുന്ന ആളാണ്. എൻ്റെ ക്രിസ്ത്യൻ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ സംതൃപ്തനാണ്. എനിക്ക് യേശു മതി. ആ യേശുമായിട്ടുള്ള ആ സ്നേഹവും അത് ഞാനങ്ങ് എൻജോയ് ചെയ്യുക. അതെല്ലാവരും എൻജോയ് ചെയ്യണം. അല്ലാതെ ഞാനിനി എന്തെങ്കിലും കാണിച്ച് ഞാൻ ആരാധിച്ചില്ലെങ്കിൽ സ്വർഗത്തിലെങ്ങാനും പോകാതിരുന്നാലോ എന്നൊന്നും വെച്ചൊന്നുമല്ല. സ്വർഗത്തിൽ പോകും, അത് വേറെ കാര്യം. എപ്പോഴും കർത്താവിനെ അറിയുന്ന, അനുഭവിക്കുന്ന, അനുസരിക്കുന്ന അവസ്ഥ. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ചെയ്യുന്നവൻ അവനെ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് നമ്മൾ പറയുന്നതിനകത്ത് വേറെ അർത്ഥമില്ല. യേശുവിനെ നമ്മൾ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയണം. വായി കൊണ്ട് ഏറ്റു പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അവൻ കർത്താവായിരിക്കണം. കർത്താവാണെങ്കിൽ കർത്താവ് പറയുന്നത് കേൾക്കും, അനുസരിക്കും. അനുസരിക്കുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത്. നമ്മൾ സാധാരണ പോൾവാഷന്മാർ പറഞ്ഞ് ഇന്നത്തെ ഒരു വലിയൊരു പ്രോബ്ലം, ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. എല്ലാവരും അങ്ങ് പൊക്കോളുമെന്നുള്ള ഒരു ചിന്തയാണ് ആൾക്കാർക്കുള്ളത്. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ
ഉടനെ അങ്ങ് പൊക്കോളുമെന്നാണ്. ചിലപ്പോൾ ആളുകൾ ചോദിക്കും, മോനെ നീ സ്വർഗത്തിൽ പോകാം. പിന്നെ അതെന്നാ, നാളെ ഈ മീറ്റിംഗ് നടന്നപ്പം പാസ്റ്റങ്ങൾ പറഞ്ഞായിരുന്നു എഴുന്നേറ്റ് നിന്ന് യേശുവിനെ സ്വീകരിക്കുന്നെന്ന് പറഞ്ഞേച്ചിരിക്കാൻ. ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ പറയുന്നതിനകത്ത് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, അങ്ങനെങ്കിലും ഒന്ന് പറയട്ടെ. പക്ഷേ അങ്ങനെ പറയുന്നതല്ല. എന്താണ്? ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമ്മളത് ചെയ്യുന്ന ഒരവസ്ഥ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുക മാത്രമല്ല, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാകുവാൻ നമുക്ക് കഴിയണം. കർത്താവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ഇനി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും നമുക്കത് പഠിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.